ജനങ്ങളെ മുഴുവനും കാർന്നു നിന്നതായ ദാരിദ്ര്യത്തിന്റെ പ്രഥമ കാഷ്ട ജനങ്ങളിൽ കടന്നു വരുമത്രേ. ലോകത്തുള്ള സർവ്വവ്യാപകമായി സാമ്പത്തികത്തിൽ പ്രയാസം അനുഭവിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എല്ലാവരുടെയും കയ്യിൽ സാമ്പത്തികം വളരെ ഞെരുക്കമാകുന്ന കാലഘട്ടം കടന്നു വരും. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ത്യയിൽ നമ്മളത് കണ്ടു. നോട്ടിന്റെ പ്രതിസന്ധി വന്നപ്പോൾ വലിയ പ്രയാസപ്പെട്ടു. വിശ്വാസികൾക്ക് മാത്രമല്ല അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായത്, അവിശ്വാസികൾക്ക് ഉൾപ്പെടെ ഇന്ത്യയിൽ നമ്മൾ കണ്ടതാണ്. 500-ന്റെയും 1000-ന്റെയും നോട്ട് ഒരൊറ്റ രാത്രി കൊണ്ട് നിർത്തലാക്കിയപ്പോ ഇന്ത്യയിൽ ഉടനീളം എല്ലാവരും ഒന്നടങ്കം പ്രയാസപ്പെട്ടു. അവിശ്വാസികൾ അടക്കം പ്രയാസപ്പെട്ടു എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്ക് എത്ര കൃത്യമാണ്. തകൂനു ഫീഹിം ഫിത്ന ഫിത്നതുൽ ബഅദ ഫിത്നതിൻ സറാ. ഇമാം മഹ്ദി റളിയല്ലാഹു തആല അൻഹു കടന്നു വരുന്നതിന് മുമ്പ് ലോകത്ത് മുഴുവൻ ആളുകൾക്കും ഇടയിലേക്ക് ഒരു ഫിത്ന കടന്നു വരുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ആ ഫിത്നയുടെ പേര് അല്ലാഹുവിന്റെ റസൂൽ വെളിപ്പെടുത്തുകയാണ്. ഫിത്നത്തുൽ വറാ, ഫിത്നത്തുൽ വറാ ബഅദ ഫിത്നതിൻ സറാ. സർവരെയും സാമ്പത്തികപരമായി, ശാരീരികപരമായി, മാനസികപരമായി തളർത്തുന്നതായ ഫിത്നയാണ്, നാശനഷ്ടങ്ങളാണ് അവർക്കിടയിൽ കടന്നു വരിക എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരു ഫിത്നയുടെ കാലഘട്ടം അല്ലാഹു നൽകുമേ. ഭക്ഷണത്തിൽ വിശാലതയുണ്ടാകുമേ, വസ്ത്രത്തിൽ വിശാലതയുണ്ടാകുമേ. അവൻ ധരിക്കുന്നതാകുന്ന വസ്ത്രത്തിൽ, അവൻ കുടിക്കുന്ന കുടിനീരിൽ, അവൻ അനുഭവിക്കുന്ന സർവസമ്പത്തിൽ മുഴുവനും ആസ്വാദ്യത വിശാലമായതിനു ശേഷമായിരിക്കും ഈ സാമ്പത്തികപരമായി, ശാരീരികപരമായി അസ്വസ്ഥതകൾ, ബുദ്ധിമുട്ടുകൾ അവനിലേക്ക് ഇറക്കപ്പെടുക എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 വർഷം മുമ്പ് പ്രവാചകൻ പറഞ്ഞത് ഇന്ന് നമ്മുടെ കാലത്ത് വ്യക്തമായ രീതിയിൽ നമുക്ക് കൺമുന്നിൽ കാണുന്നില്ലേ? ഒന്ന് ചിന്തിച്ചു നോക്ക്. ഒരു 20-25 കൊല്ലമായിട്ട് നമ്മുടെ കൈകളിൽ റാഹത്തായ നിലയിൽ പണം റാഹത്തായ നിലയിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വീടില്ലാത്ത പല ആളുകളും നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ടാവും, അവനൊരിക്കലും വീട് സമ്പാദിക്കൂല, അവനൊരിക്കലും വാഹനം ഉണ്ടാകൂല, അവനൊരിക്കലും നല്ലൊരു ജീവിതം ഉണ്ടാവൂല എന്ന് പറഞ്ഞതാകുന്ന ആളുകൾ പോലും, വിദ്യാഭ്യാസം ഒരു പക്ഷേ കുറവുള്ളതാകുന്ന സഹോദരനാണെങ്കിൽ പോലും വെച്ചടി അവന് കയറ്റമായിരുന്നു ഈ കഴിഞ്ഞതാകുന്ന മാസം അല്ലെങ്കിൽ കഴിഞ്ഞതാകുന്ന വർഷങ്ങളിൽ. 10-20 കൊല്ലം ഇങ്ങോട്ട് എടുത്തു നോക്കിയാൽ മതി, ശരിയല്ലേ? 90 മുതൽ ഇങ്ങോട്ടുള്ള കാലഘട്ടം മുതൽ ഇങ്ങോട്ട് എടുത്തു നോക്ക്. സുഭിക്ഷതയായിരുന്നു കയ്യിൽ, സാമ്പത്തികപരമായി നല്ല റാഹത്തായ നിലയിൽ സമ്പത്ത് കയ്യിലുണ്ടായിരുന്ന ഒരവസ്ഥ. ഉസ്താദുമാർ നമ്മുടെ സദസ്സിലേക്ക് വരുന്നുണ്ട്. അല്ലാഹു ആഫിയത്ത് നൽകട്ടെ, ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാം. അപ്പൊ സുഭിക്ഷതയുടെ കാലഘട്ടത്തിന് ശേഷമായിരിക്കും ഈ ഫിത്ന കടന്നു വരിക എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുഭിക്ഷതയുടെ കാലഘട്ടത്തിന് ശേഷം ചിന്തിച്ചു നോക്ക്. നമ്മുടെ ഓരോ അവസ്ഥയും എടുത്ത് ചിന്തിച്ചു നോക്കൂ. വസ്ത്രം ഓരോരുത്തർക്കും എത്ര ജോഡി വസ്ത്രങ്ങളാണ്, എണ്ണമില്ല, ആർക്കും എണ്ണമില്ല. അവനവനിട്ടിരിക്കുന്ന ഷർട്ട്, അവനവനുള്ളതാകുന്ന ബനിയൻ, അവനവനുള്ള പാൻസ്, അവനവനുള്ളതാകുന്ന തുണി, അവനവനുള്ളതാകുന്ന വസ്ത്രങ്ങൾ, സ്ത്രീകൾക്കുള്ള പർദ, മിഡിയും ടോപ്പും ചുരിദാറുകളും ഒക്കെ എണ്ണി നോക്ക് എത്രത്തോളമുണ്ട്. 30, 40, 50 കണക്കിന് വീട്ടിലിങ്ങനെ വാങ്ങിക്കൂട്ടിയിരിക്കാൻ എണ്ണയില്ല. ഓരോ പ്രോഗ്രാമിന് പോകുമ്പോ ഭർത്താവിനോട് പറയാൻ, ഈ പ്രോഗ്രാമിന് പോകുമ്പോ ഈ പർദ്ദ എനിക്ക് പറ്റൂല, ഈ ചുരിദാർ പറ്റൂല. എന്താ കാര്യം? ഇതിന്റെ കൂട്ടുകാരികളൊക്കെ കണ്ടതാണ്. അവരുടെ മുന്നിൽ എനിക്ക് നാണമാണ്, ജാള്യതയാണ്, ഇനി ഇത് പഴയതായി പോയി, ഓൾഡ് ഫാഷനായി പോയി, എനിക്ക് പുതിയത് വേണം എന്ന് പറഞ്ഞ് 500 രൂപ ഡെയിലി വരുമാനമുള്ള പാവപ്പെട്ട ഭർത്താവിനെ കൊണ്ട് നിർബന്ധിച്ച് പുതുവസ്ത്രങ്ങൾ അണിയുന്ന സഹോദരിമാരുള്ള കാലഘട്ടം. ഇതേപോലെ തന്നെ ഒരു ഷർട്ട് എടുക്കാൻ വേണ്ടി ഒരു കടയിൽ കയറിയിട്ട് 5-6 ടീഷർട്ടുകൾ അല്ലെങ്കിൽ 6-7 ഷർട്ടുകൾ, പാൻസുകൾ ഉൾപ്പെടെ എടുത്തിട്ടിറങ്ങുന്ന ചെറുപ്പക്കാരുള്ള കാലഘട്ടം. പൈസ ഇഷ്ടം പോലെയായി, സുഭിക്ഷതയായി. ഒരു ചെരുപ്പെടുക്കാൻ പോയതാണ്, ഒരു ഹവായി ചെരുപ്പെടുക്കാൻ പോയ ബാത്റൂമിലിടാൻ. പക്ഷെ ചെന്നപ്പോൾ റാഹത്തായ നല്ല ഷൂ കണ്ടു. 3000 രൂപ, 4000 രൂപ, 10000 രൂപ, 10000 രൂപ, ഒരു പ്രശ്നമില്ല, റാഹത്തായ നിലയിൽ അത് എടുക്കാൻ. അല്ലേ? ചിന്തിച്ചു നോക്ക്.
പൈസ അങ്ങോട്ട് വല്ലാതെ വന്ന് കുമിഞ്ഞുകൂടുകയാണ്. ആർക്കും ഒരു പ്രശ്നമില്ല, സുഭിക്ഷത. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് ഓർമ്മപ്പെടുത്തിയതാണ്, സയഅതി അലന്നാസി സമാൻ, സയഅതി അലന്നാസി സമാൻ തകൂനു ഫീഹിം ഫിത്ന. സ്വഹാബത്തെ സ്വഹാബത്തെ, ഒരു കാലഘട്ടം ജനങ്ങൾക്ക് കടന്നു വരും സഹാബ, തകൂനു ഫീഹിം ഫിത്ന, അവർക്കിടയിൽ ഒരു ഫിത്ന വല്ലാതെ കടന്നു വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഫിത്നയുടെ പേരും വെളിപ്പെടുത്തുകയാണ്. ഫിത്നത്തുൽ റാ ബഅദ ഫിത്നത്തിൻ സറാ. സുഭിക്ഷതയുടെ കാലഘട്ടത്തിന് ശേഷമായിരിക്കും ആ ബുദ്ധിമുട്ടിന് ഫിത്ന കടന്നു വരിക എന്ന് നബിയുനാ റസൂലുള്ളാഹി. ചിന്തിച്ചു നോക്ക്. ഇന്ന് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ തന്നെ വീടിന്റെ വാതുക്കല്, പണ്ട് വീട്ടിനകത്തായിരുന്നു അലമാരകൾ ഡ്രസ്സ് വെക്കാൻ വേണ്ടിയായിരുന്നു, വീടിന്റെ വാതുക്കല് ഷെൽഫ് അടിച്ച് ഇങ്ങനെ വെച്ചിരിക്കുന്നതിന് ചെരുപ്പ് വെക്കാൻ, ചപ്പൽ ചെരുപ്പ് വെക്കാൻ വേണ്ടി പ്രത്യേക ഷെൽഫ് അടിച്ച് വെച്ചിരിക്കുക. കാരണം എന്താ, ചെരുപ്പ് അത്രത്തോളമായി. എന്നാൽ ഏറ്റവും വലിയ രസം അതൊന്നുമല്ല, ഈ വെച്ചിരിക്കുന്ന ഷെൽഫുകളിൽ വെച്ചിരിക്കുന്ന ചെരുപ്പ് ഒന്നുപോലും അവിടുന്ന് ഒരാൾ എടുക്കുന്നത് കണ്ടിട്ടില്ല, ഒരാൾ അവിടേക്ക് വെക്കുന്നതും കണ്ടിട്ടില്ല. അത് കൊണ്ടുവച്ചതിന് പിറ്റേ ദിവസം നിറച്ചു വെച്ചതാണ്. ആയിരിക്കുന്ന ചെരുപ്പുകളൊക്കെ 2000-ന്റെയും 3000-ന്റെയും 4000-ന്റെയും ഒക്കെ വില വരുന്ന കൂടിയ ചെരുപ്പുകളുമാണ്. ആരാ ഇത്? വിശ്വാസി. ഏത് വിശ്വാസി? മഹ്ശറയെ പേടിയുള്ള വിശ്വാസി, ഖബറുണ്ട് എന്ന് വിശ്വസിക്കുന്നവൻ, മരണത്തെ കുറിച്ച് പേടിയുള്ളവൻ, വിചാരണയുടെ ഘട്ടങ്ങളെ പറ്റി പേടിയുള്ളവൻ. അവന്റെ കൈകളിലാണ് ഇത്രത്തോളം പണം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ചിന്തിക്കണ്ടേ, നമ്മൾ ഒരു വലിയ ദാരിദ്ര്യത്തിലേക്കാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. നബിയുനാ റസൂലുള്ളാഹി, വലിയ ദാരിദ്ര്യം ചെറുതല്ല. ഫിത്നത്തുൽ റാ, സർവരെയും വ്യാപിക്കും അത്. ഹബീബ് റസൂലുള്ളാഹി അത് കടന്നു വരിക. ബഅദ ഫിത്നത്തിൻ സറാ, സുഭിക്ഷതയുടെ ഫിത്നയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു ബുദ്ധിമുട്ടിന്റെ ഫിത്നയിലേക്ക് നിങ്ങൾ പോകും. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സമയത്ത് നമ്മൾ എന്ത് വേണം? ഈ സമയത്താണ് നമ്മൾ അൽ ഇഖ്തിസാദു ഫിൽ മഈശത്തി വൽ ഇൻഫാഖ്, ചെലവഴിക്കുന്നതിലും ജീവിത നിലവാരം വെച്ച് പുലർത്തുമ്പോഴും ഒക്കെ നമ്മൾ മിതത്വം പാലിക്കൽ അനിവാര്യമാകുന്നത് ഈ ഘട്ടത്തിലാണ്. ഈ സമയത്ത് നമ്മളുടെ സമ്പത്ത്, നമ്മൾ ഒരുമിച്ച് കൂട്ടുന്ന സമ്പത്ത് ഹലാലാകണമെന്ന് മാത്രമല്ല, ആ ഹലാല് നമ്മൾ ദുർവ്യയം ചെയ്ത് ദൂർത്തടിച്ച് കളയാൻ പാടില്ല, ദൂർത്തടിച്ച് കളയാൻ പാടില്ല. ഈ സമയത്ത് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടത്. എത്ര സമ്പത്താണ് നമ്മൾ ദൂർത്തടിച്ച് ചെലവഴിച്ചിരിക്കുന്നത്. സ്വന്തം കുടുംബാദികൾക്ക്, ബന്ധുമിത്രാദികൾക്ക്, സഹജനങ്ങൾക്ക്, പാവപ്പെട്ടവർക്ക്, അഗതികൾക്ക്, അനാഥകൾക്ക് നിങ്ങൾ ഭക്ഷണം കൊടുത്തിട്ട് നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ ദുർവ്യയം ചെയ്യരുത് എന്ന് വരെ വിശുദ്ധ ഖുർആൻ ഉടനെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. സമ്പത്ത് ചെലവഴിക്കണം, നമ്മുടെ കുടുംബക്കാർക്ക് കൊടുക്കണം, നമ്മുടെ സഹോദരങ്ങൾക്ക് കൊടുക്കണം, മാതാപിതാക്കൾക്ക് കൊടുക്കണം, ബന്ധുമിത്രാദികൾ കൊടുക്കണം. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ സമ്പത്തിന് ദുർവ്യയം നടത്തരുത്. വിശുദ്ധ ഖുർആൻ بسم الله الرحمن الرحيم وآت ذا القربى حقه والمسكين وابن السبيل ولا تبذر تبذيرا إن المبذرين كانوا إخوان الشياطين وكان الشيطان لربه كفورا. ശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലയോ മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ, റബ്ബിനെ കൊണ്ട് വിശ്വസിക്കുന്നവരെ, മഹ്ശറയെ കൊണ്ട് വിശ്വസിക്കുന്നവരെ, ഖബറുണ്ടെന്ന് കരുതുന്നവരെ, നാളെ മഹ്ശറയിൽ വിചാരണയുണ്ടെന്ന് വ്യക്തമായ തിരിച്ചറിവുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പരിപൂർണമായി ശ്രദ്ധിക്കേണ്ടത് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. വആതി ദൽ ഖുർബാ ഹഖഹു വൽ പാവപ്പെട്ടതാകുന്ന അഗതികൾക്ക്, അനാഥകൾക്ക് നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ ചെലവഴിക്കണേ. വലാ തുബദ്ദിർ തബ്ദീറാ,
എന്നാൽ നിങ്ങൾ ചെലവഴിക്കുമ്പോ ദുർവ്യയം ചെയ്യരുതേ, ദുർവ്യയം ചെയ്യരുതേ. വിവാഹ സദസ്സുകളിൽ എത്രയെത്ര ധൂർത്തുകളാണ് ഇന്ന് നടക്കുന്നത്, എത്രയെത്ര പണങ്ങളാണ് അനാവശ്യമായി ചെലവഴിക്കുന്നത്. ആഖിബത്ത് സൂക്ഷിക്കണേ, സൂക്ഷിക്കണേ. മോശമാകുകയില്ലയോ മുസ്ലിം സമുദായത്തിന്റെ കുടുംബം? മോശപ്പെട്ട തലത്തിലേക്ക് പോകുകയല്ലയോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഖുർആൻ മുഖേന ഓർമ്മപ്പെടുത്തുകയാണ്. ആരാണ് ദുർവ്യയം നടത്തുന്നവര്, ആരാണ് ധൂർത്തടിക്കുന്നവര്? സ്വന്തം സമ്പത്താണ് ഞാനാണ് അധ്വാനിച്ചത്, ഞാനാണ് പ്രവാസ ലോകത്ത് പോയി കഷ്ടപ്പെട്ടത്, ഞാനാണ് 30-40 കൊല്ലം അറബിയുടെ ചാട്ടവാറടി കൊണ്ട് മരുഭൂമിയിൽ പൊരുവയലത്ത് കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയ പണമാണ് എങ്കിൽ പോലും പൊന്നുമോനെ വലാ തുബദ്ദിറ തബ്ദീറാ. ഈ ഭൗതികമാകുന്ന ലോകത്ത് 60-70 വയസ്സുള്ള കാലഘട്ടത്തിൽ നിന്റെ പ്രിയപ്പെട്ടതാകുന്ന പൊന്നുമോളെ വിവാഹം കഴിച്ചുകൊണ്ട് കൊണ്ടുപോകുമ്പോ കാസർഗോഡിന്റെ പ്രിയപ്പെട്ട ഉപ്പ, അല്ലയോ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വലാ തുബദ്ദിർ തബ്ദീറാ. നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ ദുർവ്യയം ചെയ്യരുതേ, നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ ധൂർത്തടിക്കരുതേ, ധൂർത്തടിക്കരുതേ. എന്തേ കാരണമെന്നറിയുമോ? ഇന്നൽ മുബദ്ദിരീൻ കാനൂ ഇഖ്വാന ശയാതീൻ. ഇന്നൽ മുബദ്ദിരീൻ കാനൂ ഇഖ്വാന ശയാതീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ മുഖേന ഓർമ്മപ്പെടുത്തുകയാണ്. തീർച്ചയായും ദുനിയാവിൽ ധൂർത്തടിച്ച് കളയുന്നവർ, തന്റെ സമ്പത്തിനെ ധൂർത്തടിച്ച് കളയുന്നവർ, അത് കള്ളുകുടിച്ചാകട്ടെ, മോശപ്പെട്ട തലത്തിൽ കൊണ്ടുപോയി കൊടുത്തിട്ടാകട്ടെ, കല്യാണത്തിന്റെ തലേ ദിവസം തന്റെ കൂട്ടുകാർക്ക് കുപ്പി പൊട്ടിക്കാനും അവർ മുഴുവനും ഒരേ ഡ്രസ് കോഡില് കല്യാണത്തിന് പങ്കെടുക്കാൻ വേണ്ടിയും നീ ധൂർത്തടിക്കുന്ന സമ്പത്തുണ്ടല്ലോ. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാതീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ധൂർത്തടിക്കുന്ന ആളുകളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ മുഖേന വ്യക്തമായ രീതിയിൽ സൂചന നൽകുകയാണ്. അവരാരെന്നറിയുമോ? ആരെന്നറിയുമോ? തീർച്ചയായും അല്ലാഹു ശപിച്ചു വിട്ടതായ പിശാചിന്റെ കൂട്ടുകാരത്രേ, പിശാചിന്റേതാകുന്ന സഹോദരങ്ങളത്രേ. പിശാചിന്റെ ആളുകളാണവർ. പരിശുദ്ധ ഖുർആൻ അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. സമ്പത്ത് ദുർവ്യയം ചെയ്യാൻ പാടില്ല. സ്ത്രീകളുടെ ഭാഗത്ത് കസേര ധാരാളം ഉണ്ട്, അവർ മുമ്പോട്ട് കയറിയിരിക്കണമെന്ന് സംഘാടകർ അറിയിച്ചത് ശ്രദ്ധിക്കുക. മുമ്പോട്ട് ഫ്രണ്ടിലോട്ട് കയറിയിരിക്കും. വരുന്നുണ്ട് ധാരാളം ആളുകൾ. ഇപ്പൊ ഇവിടെ തന്നെ ആണുങ്ങളുടെ ഭാഗം നിറഞ്ഞു. അവളുടെ കസേര കൊണ്ട് ഇനി ഉള്ളത് വാലണ്ടിയേഴ്സ് ശ്രദ്ധിക്കുക, അതൊന്ന് ഇട്ടുകൊടുക്കും. വേഗം ഉള്ള കസേര ഇട്ട് വെച്ചു. ആളുകൾ വരുന്നുണ്ട്. അവിടെയും കിടപ്പുണ്ട് 2-3 കസേര, അതും കൂടെ അങ്ങോട്ട് ബാക്കിലിട്ട്. നിങ്ങൾ ഇരിക്കുന്നവരെ ഇടയ്ക്ക് ഒഴിവില്ലാതെ അങ്ങോട്ട് കയറിയിരുന്നോളി, റാഹത്തായിട്ടിരിക്കും. എന്തായാലും നമ്മൾ 2 മണിക്കൂർ ഇൽമിന്റെ മജ്ലിസിലാണ്, റാഹത്തായിട്ടിരിക്കും. അടുത്തടുത്തിരിക്കും. മോമിനികളല്ലേ, നമുക്ക് ബുദ്ധിമുട്ടുണ്ടാണ്. സഫിലിരിക്കുമ്പോൾ വലിയ പ്രശ്നമാണ്. ചിലർക്ക് അടുത്തിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ നോക്കും, ദേശിച്ചൊരു നോട്ടമുണ്ട്, അടുത്തിരിക്കണ്ടെന്നുള്ളത്. പിന്നെ അങ്ങനെ ഐക്യപ്പെടും, പിന്നെ അങ്ങനെ പരസ്പരം സ്നേഹം ഉണ്ടാകും. പരസ്പരം സ്നേഹവും സൗഹാർദ്ദവും മുസ്ലിമീങ്ങൾക്കിടയിൽ രൂഢമൂലമാകുന്നത് സഫിൽ അണിയൊപ്പിച്ച് നിൽക്കുമ്പോഴാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടല്ലേ ഇന്ന് പുതുവിശ്വാസിയാകുന്ന ഒരു അമുസ്ലിം സഹോദരന് പോലും വിശ്വാസത്തിലേക്ക് കടന്നു വന്നാൽ നാളത്തെ ദിവസത്തെ സുബഹിക്ക് അവന് മക്കയിൽ പരിശുദ്ധമാക്കപ്പെട്ട കാബയുടെ തൊട്ട് ചാരത്ത് വന്ന് അറബികളോടൊപ്പം വെളുവെളുത്ത അറബികളോടൊപ്പം ചാരത്ത് നിസ്കരിക്കാനുള്ള തൗഫീഖ് പരിശുദ്ധ ഇസ്ലാം അവന് കൊടുക്കാൻ. ലോകത്ത് ഇസ്ലാം അല്ലാതെ മറ്റൊരു മതത്തിനും ഇതുപോലെ കാണാൻ കഴിയും. ചിന്തിച്ചു നോക്ക്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പഠിക്കണം, മതത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണം, മതത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചുരുക്കത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഈ സന്ദർഭത്തിൽ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത് അൽ ഇഖ്തിസാദു, സമ്പാദ്യശീലമാണ്. മാത്രമല്ല മിതത്വം ഉണ്ടാവണം. ഫിൽ മഈശത്തി വൽ ഇൻഫാഖ്, നമ്മൾ ചെലവഴിക്കുന്നതും നമ്മുടെ ജീവിത നിലവാരത്തിലുമൊക്കെ സൂക്ഷ്മത വെക്കേണ്ട സമയമാണ് ഈ സമയം. അത് ഊർത്തടിച്ച് പൈസ കളയാൻ പാടില്ല. പിള്ളേർ ചെക്കന്മാരൊക്കെ ഡെയിലി എല്ലാ ദിവസവും വൈകിട്ട് കാസർഗോഡ് ടൗണിലോട്ടിറക്കും. തിരിച്ചു വരുമ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ ബൈക്ക് ഓടിച്ചുകൊണ്ട് പോവാ, ഇങ്ങനെ വൈകിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. തിരിച്ചു വരുമ്പോൾ ഒരു ഷവർമ ഉണ്ടാവും, ഒരു റോള് വാങ്ങിച്ചിട്ട് 60 രൂപയല്ലോ, റാഹത്ത്, ഇഷ്ടം പോലെ കാശ് ഇഷ്ടം പോലെ ഇരിക്കാം. ഡെയിലി കഴിക്കുന്ന ഷവർമ കഴിക്കുന്ന പിള്ളേർ അല്ലാഹു മനസ്സിലാക്കുന്ന തൗഫീഖ് തരട്ടെ. ചിന്തിക്ക്, എത്ര രൂപയാണ് പൈസ ചെലവഴിക്കുന്നത്.
നമുക്ക് പൈസക്കൊന്നും ഒരു വിഷയമില്ല. മുടി വെട്ടാൻ കടയിൽ കയറി മുടിയൊന്നും ശരിക്കും വെട്ടുന്നു പോലില്ല. പഴയ കാലഘട്ടത്തിലാണെങ്കിൽ മൊത്തത്തിൽ പച്ചയടിച്ചേക്കെന്ന് പറയും. മെഷീൻ വെച്ചിട്ടോ അല്ലെങ്കിൽ മുടി മൊത്തത്തിൽ അങ്ങ് വെട്ടിവിടുക. കാരണം എന്താ, ഇത് കിളുത്ത് വന്നാൽ അല്ലാത്ത വെട്ടാനുള്ള കാശില്ല. ഇന്നതല്ല, ഇന്ന് കടയിലോട്ട് കയറിയിട്ട് ഇന്ന് സ്പൈക്ക് ചെയ്യാണ്. ഉള്ള മുടി ഇങ്ങനെ ആകാശത്തോട്ട് വളർത്തിട്ടുക. കാരണം മൊബൈലിൽ ടവർ ഇല്ലെങ്കിൽ പോലും ജിയോ സിമ്മിൽ കറക്റ്റ് ചെയ്ത് ഇവന്റെ തലേന്ന് കിട്ടും. അതുപോലെ ഇവൻ മുടി അങ്ങോട്ടും ഇങ്ങോട്ടും വളർത്തുക. കടക്കാരനോട് ഇവൻ പറഞ്ഞു കൊടുക്കുക മോഡൽ ഇങ്ങനെ വെട്ട് ഇങ്ങനെ വെട്ട്. ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? അവന്റെ താടി വെട്ട് റെഡിയാക്കുകയാണെങ്കിലും മീശ വെട്ട് റെഡിയാക്കുകയാണെങ്കിലും തലമുടി വെട്ട് റെഡിയാക്കുകയാണെങ്കിലും വലതുഭാഗത്ത് തുടങ്ങണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാ ശ്രദ്ധിക്കുന്നത്? കടക്കാരന് ചിലപ്പോൾ പുറവശത്ത് നിന്ന് തുടങ്ങായിരിക്കും. എന്നാലും അവനോട് പറയണ്ട, ഇവിടെ പുറത്തോ വലതുവശത്ത് തുടങ്ങും, ബിസ്മില്ലാ തുടങ്ങും ഇവിടെ പറഞ്ഞു. മുസ്ലിമായിരിക്കൽ വളരെ നല്ലത്. എന്നിട്ട് ഇവിടെ നിന്നിട്ട് അവിടെ തുടങ്ങുക, ബിസ്മില്ലാ തുടങ്ങുക. ആര് ശ്രദ്ധിക്കും? എത്ര സുന്നത്തുകള് സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ നല്ല നന്മയുള്ള കാര്യങ്ങളും പ്രവാചകൻ തുടങ്ങുന്നത് വലത് കൈ കൊണ്ടായിരുന്നു, വലത് ഭാഗം കൊണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. ആര് ശ്രദ്ധിക്കുന്നു? ഇതൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ശ്രദ്ധിക്കുന്നില്ല. ഡിസ്പോസിബിൾ ഗ്ലാസ് കൊണ്ടുവന്ന് വെച്ചാൽ പോലും ആ ഗ്ലാസ് കളയാനുള്ള ഗ്ലാസ്സാണ്. എന്നാൽ പോലും നമ്മൾ ഇടത് കൈയുടെ വെള്ളം കുടിക്കണം. എന്നിട്ട് വേണമെങ്കിൽ വലത് കൈയുടെ ഒരു ചാരലും കൊടുത്തേക്കും. പണ്ട് അങ്ങനെ ഒരു മുസ്ലിം പ്രസംഗിച്ചിട്ടുള്ളതുകൊണ്ട് ആ മസാല വെച്ചിട്ട് ഇങ്ങനെ പിടിക്കുക. ഇത് കളയാനുള്ള ഗ്ലാസ് ഇതാരും ഇനി ഉപയോഗിക്കാനും പോകുന്നില്ല. അത് വലത് കൈ കൊണ്ട് പിടിച്ചോണ്ട് ഒരു പ്രശ്നമില്ല. ഇവൻ ഉപയോഗിച്ചതിന് ശേഷം ആരും ഉപയോഗിക്കുന്നില്ല. അങ്ങനത്തെ ഗ്ലാസ്സാണ്. എന്നാൽ പോലും ഇവൻ ഇടത് കൈ കൊണ്ടേ കുടിക്കുള്ളൂ. ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ചെറുപ്പക്കാർ അല്ലാഹു കാക്കട്ടെ, അല്ലാഹു ആക്കട്ടെ. ചിന്തിക്കുക, നമ്മുടെ കുറഞ്ഞ കാലഘട്ട ജീവിതം ആകെ 60-70 വയസ്സുള്ള കാലഘട്ട ജീവിതം. ഈ വയസ്സ് കാലഘട്ടത്തിൽ 60-70 വയസ്സുള്ളതാകുന്ന ഈ കാലഘട്ട ജീവിതത്തിൽ കുറഞ്ഞ അമലുകളാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റുക. അതിൽ പറ്റുന്നതാകുന്ന അമലുകൾ നമ്മൾ സായുക്തമാക്കുന്നത് ഈ സദസ്സുകളിൽ നിന്നാണ്. ഇതിലൂടെ കേൾക്കുന്ന അറിവ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൊണ്ടുവരണം. ഇനി എവിടെ നമുക്ക് ആയുസ് 30, 40, 50 വയസ്സ് കഴിഞ്ഞില്ലേ? ഇനി എന്നാണ് നമ്മൾ അമല് ചെയ്യാൻ തുടങ്ങുക? ഇനി എന്നാണ് നമ്മൾ നന്നാവുക? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, മൻ ബദറ അഫ്ഖറഹുല്ലാഹ് വമൻ ഇഖ്തസദ അഗ്നാഹുല്ലാഹ്. മൻ ബദറ അഫ്ഖറഹുല്ലാഹ് വമൻ ഇഖ്തസദ അഗ്നാഹുല്ലാഹ്. ആരെങ്കിലും ഈ ഭൗതികമാകുന്ന ലോകത്ത് ദൂർത്തടിച്ചുകൊണ്ട് നടന്നിട്ടുണ്ടോ എങ്കിൽ അവനെ ഏറ്റവും വലിയ ദാരിദ്ര്യത്തിന്റെ പരമകാഷ്ഠയിലേക്ക് അവനെ കൊണ്ടെത്തിക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. വമൻ ഇഖ്തസദ അഗ്നാഹുല്ലാഹ്. ആരെങ്കിലും അവൻ സമ്പാദ്യശീലമുണ്ടാക്കിയതാകുന്ന ആ സമ്പത്ത് കൊണ്ട്, അവൻ ഒരുമിച്ച് കൂട്ടിയ സമ്പത്ത് കൊണ്ട് മിതത്വം പാലിച്ചുകൊണ്ട് അവന്റെ ജീവിതത്തെ ക്രമീകരിച്ചിട്ടുണ്ടോ, അല്ലാഹു അവനെ നല്ല പണക്കാരനാക്കും, വനിയാക്കും, അല്ലാഹു ഇഷ്ടപ്പെട്ട ധനികനാക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. പണമുള്ള ആളുകൾ നമുക്ക് മുമ്പ് ഒരുപാട് കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ചിരുന്നു അവർ. മനസ്സിലാക്കണം, 20,000 ദിർഹമുകൾ ചെലവഴിച്ചിട്ട് പുണ്യമാക്കപ്പെട്ട മക്കയിൽ ഒരു വലിയ കിണർ പണിത് കൊടുത്തു ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. വലിയ പണക്കാരനാണ്. 20,000 ദിർഹം ചെലവഴിച്ചിട്ട് പുണ്യമാക്കപ്പെട്ട ഒരു കിണർ കുഴിച്ചു കൊടുത്തു. തന്റെ പ്രിയപ്പെട്ട നാട്ടുകാർക്ക് വേണ്ടി കിണർ കുഴിച്ചു കൊടുത്തു. വെള്ളം കുടിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടിയപ്പോ. വെള്ളത്തിന് ക്ഷാമമല്ലേ, വെള്ളത്തിന് പ്രയാസമല്ലേ, മഴയില്ലാതെ കഷ്ടപ്പെടുക. കാസർഗോഡായിട്ട് മഴ ഇതുവരെ കിട്ടിയിട്ട് പോലും. നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായി മഴ 3 ദിവസം കൂടുമ്പോഴൊക്കെ. അള്ളാഹു ഇത് നിലനിർത്തി തരുമാറാവട്ടെ. നമുക്കും അള്ളാഹു ഖൈറായ മഴ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഴയില്ലാതെ വിഷമിക്കാൻ എത്ര അടി പൊഴിച്ചിട്ടാണ് ഇന്ന് വെള്ളം കാണുന്നത് തന്നെ എത്ര പ്രയാസമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു 10-20 കൊല്ലം മുമ്പ് ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. വേണ്ട, ഒരു 5 കൊല്ലം മുമ്പ് നമുക്ക് ഇത്രയും പ്രയാസമില്ല. ഓരോ കൊല്ലം കഴിയും തോറും ചൂട് കൂടിക്കൊണ്ടിരിക്കുന്നു, പ്രയാസങ്ങൾ അനുഭവിക്കുന്നു, വെള്ളം കിട്ടുന്നില്ല, ക്ഷാമമാണ്, ദുരിതമാണ്. അവനവന്റെ നിത്യേനയുള്ള കർമ്മങ്ങൾ പോലും നടത്താൻ പറ്റാത്ത അവസ്ഥ. ചിന്തിച്ചു,
പരീക്ഷണല്ലേ, വലിയ പരീക്ഷണല്ലേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, ഫിത്നത്തുൽ വറാ ബഅദ ഫിത്നത്തിൽ സറാ. സുഭിക്ഷതയുടെ കാലഘട്ടത്തിന് ശേഷമായിരിക്കും ഈ ബുദ്ധിമുട്ടിന് ഫിത്ന കടന്നു വരിക എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ജനങ്ങൾ ഒന്നാടങ്കം എല്ലാവരും, വിശ്വാസികൾ മാത്രമല്ല അവിശ്വാസികൾ ഉൾപ്പെടെ എല്ലാവരും ഈ ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോ തകൂന ഫീഹിം ഫിത്നത്തുൻ ഉഖറ, അവർക്കിടയിൽ വീണ്ടും ഒരു ഫിത്ന കടന്നു വരും. ഈ ഫിത്നയ്ക്ക് ശേഷമായിരിക്കും ആര് കടന്നു വരിക? ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു കടന്നു വരും. പക്ഷെ ആ ഫിത്ന ആർക്ക് മാത്രമാണ്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വദാലിക ലിൽ മുഅ്മിനീന ഖാസ്സ, വദാലിക ലിൽ മുഅ്മിനീന ഖാസ്സ. സഹാബത്തെ അത് മുഅ്മിനീങ്ങൾക്ക് മാത്രമാണ്. ലോകത്തുള്ള വിശ്വാസികൾക്ക് തൗഹീദിന്റെ അചഞ്ചലമായ വിശ്വാസം കൈക്കൊള്ളുന്നതായ ഏതൊരു മുഅ്മിനുണ്ടോ മുഅ്മിനത്തുണ്ടോ അവർക്ക് മാത്രമായിട്ടായിരിക്കും ആ വിപത്തുകൾ കടന്നു വരിക എന്ന് നബിയുനാ റസൂലുള്ളാഹി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, വദാലിക ലിൽ മുഅ്മിനീന ഖാസ, അത് മുഅ്മിനീങ്ങൾക്ക് മാത്രമായിട്ടായിരിക്കും അടുത്ത ഫിത്ന കടന്നു വരിക. തകൂനു ലിൽ മുസ്ലിമീൻ ഫിത്നത്തുൻ അംയാഉ സമ്മാ, കണ്ണും കാതും അടപ്പിക്കുന്ന ഫിത്നയാണതെന്ന് നബിയുനാ റസൂലുള്ളാഹി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വർത്തമാനം എത്രത്തോളം ലോകത്ത് പ്രശസ്തമാണ്, എത്രത്തോളം വ്യക്തമായി മുസ്ലിമീങ്ങളെ ചിന്തിക്കണേ. ലോകത്തിന്റെ വിവിധ പ്രവിശ്യകളിൽ മുസ്ലിമീങ്ങൾക്കെതിരെയുള്ള അക്രമങ്ങൾ നടന്നു വരികയല്ലയോ? സിറിയയിൽ പാവപ്പെട്ടതാകുന്ന 30ഓളം കുട്ടികൾ കഴിഞ്ഞ ദിവസവും മോശപ്പെട്ടതാകുന്ന രീതിയിൽ മരണപ്പെട്ടു പോയില്ലയോ? അക്രമങ്ങൾ പാവപ്പെട്ട കുട്ടികൾക്കെതിരെ പോലും നടന്നു വരുന്ന കാലഘട്ടമല്ലയോ? നിങ്ങൾ കേട്ടില്ലയോ മ്യാൻമറിലെ പാവപ്പെട്ട റോഹിംഗ്യ മുസ്ലിമീങ്ങൾ എത്ര ദീനരോധനങ്ങളാണ് അവർ കരയുന്നത്, എത്ര പ്രയാസമാണ് അവർ അനുഭവിക്കുന്നത്. പച്ചക്കവരെ കുന്നുകളയുകയല്ലയോ, പച്ചക്കവരെ ചുട്ടെടുക്കുകയല്ലയോ? അവരെ സഹായിക്കാൻ ലോകത്ത് ഒരു ശക്തിയും സഹായിക്കാൻ കടന്നു വരുന്നില്ല. ഒരു UN ഇല്ല, ഒരു ഐക്യരാഷ്ട്രസഭ അവർക്ക് പിന്തുണ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. എന്തിനേറെ ലോകത്തിന്റെ വിവിധ രാഷ്ട്രങ്ങൾ പറയുന്നു, കാസർഗോഡ് ജില്ലയിലെ നമ്മുടെ നാട്ടിൽ തന്നെ മധൂർ പഞ്ചായത്തിലെ ചൂരി എന്ന പള്ളിയുടെ അള്ളാഹുവിനെ ദിക്ർ ചൊല്ലിക്കൊണ്ട് കഴിഞ്ഞുകൂടിയതാകുന്ന പാവപ്പെട്ട മുഅല്ലിമിനെ പോലും ഫാസിസ്റ്റിന്റെ ശക്തികൾ കൊന്നുകളഞ്ഞില്ലയോ, വധിച്ചു കളഞ്ഞില്ലയോ? ചിന്തിക്കണേ മുസ്ലിമേ, ചിന്തിക്കണേ പ്രിയപ്പെട്ട വിശ്വാസികളെ. ഹബീബായ നബി തങ്ങളുടെ അധ്യാപനമാണ്, ലോകത്തിന്റെ നായകന്റെ അധ്യാപനമാണ്. തകൂനു ലിൽ മുസ്ലിമീൻ, സഹാബത്തെ ലോകത്ത് മുഴുവനും സാമ്പത്തികപരമാകുന്ന പ്രയാസം അനുഭവിക്കുമ്പോ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങോട്ട്, 2000 കൊല്ലക്കണക്കിന് ഇങ്ങോട്ട് ലോകത്തിന്റെ വിവിധ രാഷ്ട്രങ്ങൾ മുഴുവനും സാമ്പത്തിക മാന്ദ്യത്തിൽ പ്രയാസം അനുഭവിക്കുകയല്ലയോ? ഇങ്ങനെ ലോകത്ത് മുഴുവനും ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോ തകൂനു ലിൽ മുസ്ലിമീന ഫിത്ന, മുസ്ലിമീങ്ങൾക്ക് മാത്രമായി അവരെ മാത്രം ടാർഗറ്റ് ചെയ്യപ്പെട്ടുകൊണ്ട് ഒരു ഫിത്ന കടന്നു വരുമേ. എന്തിനാണ് എന്നെ കൊന്നതെന്ന് കൊല്ലപ്പെട്ടവർ വിളിച്ചു ചോദിച്ചാൽ പോലും പറയാൻ സാധിക്കാത്ത വിധത്തില് അള്ളാഹുവിന്റെ പള്ളിയുടെ അകത്തളങ്ങളിൽ മനോഹരമായി തന്നെ പ്രിയപ്പെട്ടതാകുന്ന വിദ്യാർത്ഥികൾക്ക് ഖുർആൻ പഠിപ്പിച്ചിട്ട് 9:30 മണിക്ക് ആഹാരം കഴിച്ച് ഖുർആനോദി ദിക്ർ ചൊല്ലി കടന്നുറങ്ങിയ ആലിമീങ്ങളെ പോലും വെറുതെ വിടാത്ത കാലഘട്ടം കടന്നു വരുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ലാ തഖൂമു الساعة
على أحد يقول الله الله. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, സഹാബത്തേ സഹാബത്തേ, ലോകാവസാനം ഉണ്ടാവുകയില്ല സഹാബ, ഈ ലോകം അവസാനിക്കുകയില്ല സഹാബ. അലാ അഹദിൻ യഖൂലു അല്ലാഹ് 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 എന്ന് ഈ ഭൂമുഖത്ത് ഒരാളെങ്കിലും പറയുമ്പോ ഈ ലോകം അവസാനിക്കുകയില്ല അവസാനിക്കുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. എത്രയോ മുഅ്മിനീങ്ങളാണ് തന്റെ പ്രിയപ്പെട്ടതാകുന്ന റബ്ബിനെ ഓർത്തുകൊണ്ട് പാതിരാത്രി സമയത്ത് തഹജ്ജുദ് നമസ്കരിക്കുന്ന ഉമ്മയില്ലയോ ഉമ്മയില്ലയോ, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം തുടരണേ ഉമ്മ. ആ നമസ്കാരം ചെറുതല്ല ചെറുതല്ല. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, മുസ്ലിമീങ്ങൾക്കെതിരെയുള്ള അക്രമങ്ങൾ കടന്നു വരുമ്പോ പാവപ്പെട്ടതാകുന്ന സഹോദരൻ പാടത്തും പറമ്പത്തും പണിയെടുത്ത് പട്ടിണി മാറ്റാൻ പ്രയാസപ്പെടുന്നതാകുന്ന മുസ്ലിമാകുന്ന ചെറുപ്പക്കാരൻ അവന് നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെടുമ്പോ അടുത്ത് നിൽക്കുന്ന മുസ്ലിമേ മുഅ്മിനേ, നീ ചെയ്യേണ്ടത് ഒരൊറ്റ പ്രവർത്തനം മാത്രമാണ്. നീ നിന്റെ കൂട്ടുകാരനാകുന്ന ജോസഫിനെയോ നിന്റെ കൂട്ടുകാരനാകുന്ന രാധാകൃഷ്ണനെയോ വകവരുത്താൻ അള്ളാന്റെ ഇസ്ലാം പറയുന്നില്ല. ലോകത്തിന്റെ നായകൻ പഠിപ്പിക്കുന്നത് സമാധാനത്തിന്റെ മതമാണ്. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നത് എല്ലാ മുസ്ലിമീങ്ങളും സൗഹാർദ്ദത്തോടുകൂടി കഴിയണമെന്നാണ്. അത് പരസ്പരം സ്നേഹവും സൗഹാർദ്ദവും വിട്ടുവീഴ്ചയുടെ മനോഭാവവും മുഅ്മിന് ഉണ്ടാകണമെന്നാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ അധ്യാപനം. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, കണ്ണും കാതുമടപ്പിക്കുന്ന ഫിത്നകൾ ലോകത്തിന്റെ വിവിധ പ്രവിശ്യകളിൽ മുസ്ലിമീങ്ങൾക്കെതിരെ രൂഢമാലമാകുമ്പോ അത് സിറിയയിൽ നമ്മൾ കണ്ടില്ലയോ, ഇറാഖിൽ നമ്മൾ കണ്ടില്ലയോ, ബാബിലോണിൽ നമ്മൾ ദർശിച്ചില്ലയോ, കാസർഗോഡ് നമ്മൾ കണ്ടില്ലയോ, നമ്മുടെ നാട്ടിൽ നമ്മൾ ദർശിച്ചില്ലയോ? ഇങ്ങനെ വിവിധ പ്രശ്നങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രൂപപ്പെടുമ്പോ ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, മുസ്ലിമീങ്ങൾ കൈക്കൊള്ളേണ്ടത് ഒരൊറ്റ കാര്യം മാത്രമാണ്, ഒറ്റ കാര്യം മാത്രമാണ്. അദ്ദുആ അദ്ദുആ. ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ ജഗന്നിയന്താവായ പരിപാലകനായ പടച്ചറബിന്റെ മുന്നിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാനാ, അവന്റെ മുന്നിൽ തലകുനിക്കലാണ്, അവന് സാഷ്ടാംഗം ചെയ്യലാണ്, അവനെ വണങ്ങലാണ്, അവനെ വഴങ്ങലാണ്, അവന് വേണ്ടി ഇബാദത്ത് അർപ്പിക്കലാണ്, അവനുമായി കൂടുതൽ അടുക്കലാണ്, അവനുമായി ബന്ധം സ്ഥാപിക്കലാണ്. പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ശ്രവണ സുന്ദരമായ ബാങ്കുലികൾ കർണപുടത്തിലെ കലയൊലിക്കൊള്ളുമ്പോ ഒളുവെടുത്തുകൊണ്ട് ഇത്തികാഫിന്റെ നിയ്യത്ത് വെച്ചുകൊണ്ട് ഇമാമിന്റെ വലതു ഭാഗത്ത് ഒന്നാമത്തെ സഫിൽ സ്ഥാനം പിടിക്കലാണ് പിടിക്കലാണ്. ലാ യൻജൂ മിൻഹാ ഇല്ലാ മൻ ദഅ കദുആഇൽ ഗരീഖി ഫിൽ ബഹരി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലാ യൻജൂ മിൻഹാ ഇല്ലാ മൻ ദഅ കദുആഇൽ ഗരീഖി ഫിൽ ബഹരി. സമുദ്രത്തിന്റെ ആഴിയിൽ കിടക്കുന്ന മനുഷ്യൻ, സമുദ്രത്തിലേക്ക് ആഴ്ന്നു പോകുന്ന നീന്തലറിയാത്ത മനുഷ്യൻ കരയിൽ നിൽക്കുന്നവനോട് എന്നെയൊന്ന് രക്ഷിക്കണേ എന്ന് ഇഖ്ലാസോടുകൂടി നിഷ്കളങ്കതയോടുകൂടി വിളിച്ചു പറയുന്നത് പോലെ റബ്ബിന്റെ മുന്നിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാതെ അല്ലാഹു ഇവത്തിൽ നിന്ന് മുസ്ലിമീങ്ങളെ രക്ഷിക്കുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ സമയത്താണ് നീ നമസ്കാരം നിലനിർത്തേണ്ടത്. ഈ സമയത്താണ് നീ പള്ളിയിൽ കൃത്യമായി ജമാഅത്തിന് വരേണ്ടത്. ഈ സമയത്താണ് സഹോദരി ബാങ്ക് വിളി കേട്ടാൽ തലയിൽ തട്ടമിട്ട് ഒന്നുവെടുത്ത് ആദ്യ വഖത്തിൽ തന്നെ നമസ്കാരം നിർവഹിച്ച് റബ്ബിന്റെ മുന്നിൽ കൈനീട്ടി യാചിക്കേണ്ടത്, അല്ലാഹുവേ ഞങ്ങളുടെ ഈമാൻ സലാമത്താക്കണേ. ആര് ദുആ ചെയ്തു? ആര് ദുആ ചെയ്തു? ഞാൻ പോയിട്ട് ചെയ്തു റിയാസ് ഉസ്താദിന്റെ വീട്ടിൽ, ഞാനും അതുപോലെ തന്നെ രണ്ട് ഉസ്താദുമാരും കൂടി അവിടെ പോയി. ആ വീട്ടിൽ പോയി എത്ര ബുദ്ധിമുട്ടാണ്, എത്ര പ്രയാസമാണ് അവർ ഉപയോഗിക്കുന്നത്. 8 കൊല്ലമായി നമ്മുടെ നാട്ടിൽ അവർ സേവനം ചെയ്യാൻ. അള്ളാഹു അവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കട്ടെ. കൊടകപള്ളിയുടെ പരിസരത്ത് സാധുമാരൊക്കെ പോയിട്ടുണ്ടാവും. ആ സമീപത്ത് മുകളിലത്തൊരു ഭാഗത്തായിട്ട് ഖബർ. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
ദീൻ പഠിച്ച മനുഷ്യൻ, ദീൻ പഠിപ്പിച്ചു കൊടുത്ത മനുഷ്യൻ. ഖൈറുക്കും ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ ശഫീഉനാ റസൂലുള്ളാഹി. നിങ്ങളിൽ ഏറ്റവും അത്യുത്തമനാരാൻ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അത്തരത്തിലുള്ള ആളുകൾ എന്തിനാണ് അവരെ കൊല ചെയ്യപ്പെട്ടത് എന്നതിന്റെ പേരിൽ ഇന്നും ആർക്കൊരു മറുപടിയില്ല. പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. നമ്മൾ പറയുന്നത് തീവ്രവാദത്തിന്റെ ഭാഷയല്ല, ഞാൻ പറയുന്നത് സമന്വയത്തിന്റെ ഭാഷയാണ്. നമ്മൾ പരസ്പരം സ്നേഹവും സൗഹാർദ്ദവുമാണ്. ഞാനതാ പറഞ്ഞത്, നമ്മുടെ അയൽവാസി ഒരു പക്ഷേ ഇതര സമുദായത്തിലെ സഹോദരനായിരിക്കും. നമ്മൾ ഇത് കണ്ട് ദേഷ്യപ്പെട്ട് അവനുമായി കയർക്കാൻ പാടില്ല. നമ്മുടെ സൗഹാർദ്ദവും സ്നേഹവും നമ്മൾ നിലനിർത്തണം. മതമൈത്രിക്ക് കേളികെട്ട നാടാണ് നമ്മുടെ നാട്. അല്ലാഹു ഇത് നിലനിർത്തുമാറാവട്ടെ. ഞാൻ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഞാൻ നിങ്ങളെ മുഴുവൻ ആളുകളെയും, കാസർഗോഡുള്ള പ്രത്യേകിച്ച് ബദൂർ പഞ്ചായത്തിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുഴുവനും ഞാൻ സ്തുതിക്കുകയാണ്. മറ്റൊന്നുമല്ല, നിങ്ങളുടെ സംയമനത്തിന്റെ പേരിൽ വളരെ സംയമനം പാലിച്ച മുസ്ലിമീങ്ങൾ ഈമാനുള്ളവരാണ് നമ്മൾ. അല്ലാഹു ഇത് നിലനിർത്തി തരുമാറാവട്ടെ. എന്ത് വേണം നമ്മൾ എന്ത് വേണം? നമ്മൾ ഒന്ന് മാത്രം വേണം, ഈമാൻ മുറുകെ പിടിക്കണം, വിശ്വാസം മുറുകെ പിടിക്കണം. റബ്ബിന്റെ മുന്നിലേക്ക് തവക്കുലേൽപ്പിച്ചുകൊണ്ട് നമസ്കാരവും ഇബാദത്തുമായി അല്ലാഹുവിലേക്ക് മുറിഞ്ഞു വീഴണം. അല്ലാഹു തീരുമാനിക്കട്ടെ. തവക്കൽതു അലല്ലാഹ് അല്ലേ നമ്മൾ വേണ്ടത്. അല്ലാഹുവിലേക്ക് നമ്മൾ ഏൽപ്പിക്കുക, അല്ലാഹുവിലേക്ക് വരമേൽപ്പിക്കുക. ലോകത്ത് വരവേൽപ്പിക്കാൻ അവനല്ലാതെ മറ്റാരാണ്? റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക നബിനാ വഇലൈകൽ മസീർ. അല്ലാഹുവേ, ഞങ്ങൾ നിന്നിലേക്ക് ഞങ്ങൾ വരവേൽപ്പിക്കാൻ, നിന്നിലേക്ക് ഏൽപ്പിക്കാൻ. നീ എന്തുവെന്ന് വെച്ച ചെയ്തു. അല്ലാഹു നിന്നിലേക്ക് ഏൽപ്പിക്കാൻ. ഞങ്ങൾക്കൊരു കഴിവുമില്ല, നിന്നിലേക്ക് ഏൽപ്പിക്കാൻ. മുസ്ലിമീങ്ങൾക്കെതിരെയുള്ളതാകുന്ന കണ്ണും കാതുമടപ്പിക്കുന്ന ഫിത്ന വരും. അഥവാ മുസ്ലിമീങ്ങൾ കൈകാലിട്ടടിച്ചാലും ലോകത്ത് ഒരാളും അവർക്ക് അനുകൂലമായി പറയാനോ അവരുടെ കാര്യങ്ങൾ കേട്ടെന്ന് വരുത്താനോ കണ്ടെന്ന് വരുത്താനോ ഉണ്ടാവുകയില്ല. നബി മുഹമ്മദ് റസൂലുള്ളാഹി അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. മുസ്ലിങ്ങൾക്കെതിരെ പ്രശ്നം വരുമ്പോൾ അവർ സഹായം ചോദിച്ച് എവിടെ ചെന്നാലും ഒരു കുഞ്ഞ് സഹായിക്കാനുണ്ടാവൂല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വരും നബി മുഹമ്മദ് റസൂലുള്ളാഹി. കണ്ടില്ലേ, കാലഘട്ടം വ്യക്തമല്ലേ? ശ്രദ്ധിച്ചു നോക്കി നിങ്ങൾ, കാലഘട്ടം വ്യക്തമല്ലേ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇന്ന് ലോകത്ത് പുലർന്നില്ലയോ, ലോകത്ത് വ്യക്തമായ രീതിയിൽ പുലർന്നില്ലയോ? നമ്മൾ മനസ്സിലാക്കണം, ഒരു മുഅദ്ദിൻ എന്നൊക്കെ പറഞ്ഞ വലിയ പവറാണ്. നമ്മൾ മനസ്സിലാക്കും മുഅദ്ദിൻ മല്ലാക്ക, നമ്മളിങ്ങനെ പേരിട്ടിട്ട് അങ്ങനെ ഇങ്ങനെ വിടുകയാണ്. സാരമല്ല, വലിയ പവറാണ് അവർക്കുള്ളത്. നമ്മൾ ആർക്കാ പവർ കൊടുത്തിരിക്കുന്നത്? നമ്മൾ പ്രവാസ ലോകത്ത് പോയിട്ട് 10 കൊല്ലം കഴിഞ്ഞ് കുറച്ച് കോടികളുമായി നാട്ടിൽ വന്ന് പുത്തമ്പണമായിട്ട് നാട്ടിൽ വന്നിട്ട് വലിയ അമ്പരച്ചുംബികളായ മണിമേടകൾ വെക്കുന്നവന് വലിയ പവർ നമ്മൾ കൊടുക്കണം. നമ്മൾ അവനാണ് വലിയ കുടുംബ മഹിമുള്ളവൻ. നമ്മൾ ആലിമീങ്ങളെ പവർ കൊടുക്കുന്നില്ല. നമ്മൾ മുത്തഅല്ലിമീങ്ങളെ, ദീനിന്റെ അഹ്ലുകാരൊക്കെ നമ്മൾ പവർ കൊടുക്കുന്നില്ല. അവർക്കാണ് പവർ കൊടുക്കേണ്ടത്. മുദർരിസിന് പവർ ഉള്ളതുപോലെ, ഇമാമിന് പവർ ഉള്ളതുപോലെ മുഅദ്ദിന്മാർക്കും പവറുണ്ട്. മുഅദ്ദിന്മാർക്കും പവറുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ അദ്ദന 7 സിനീന മുഹ്തസിബൻ ലില്ലാഹ് കുതിബത് ലഹു ബറാഅത്തുൻ മിനൻ നാർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ആരൊരുവൻ 7 വർഷം കൂലി പ്രതീക്ഷിക്കാതെ ബാങ്ക് വിളിച്ചാൽ, അല്ലാഹുവിന്റെ ഭവനത്തിൽ കൂലി പ്രതീക്ഷിക്കാതെ ബാങ്ക് വിളിച്ചാൽ, മുഹ്തസിബ, കൂലിയില്ല, കൂലി പ്രതീക്ഷിക്കാതെ ബാങ്ക് വിളിച്ചു. എത്ര കൊല്ലം? 7 കൊല്ലം ബാങ്ക് വിളിച്ചു. 7 കൊല്ലം ഒരാൾ നിരന്തരം ബാങ്ക് വിളിക്കണം. എങ്കിലോ ആ മുഅദ്ദിനുള്ള ശ്രേഷ്ഠത എന്താണെന്നറിയോ? കുതിബത്ത് ലഹു ബറാഅത്തുൻ മിനൻ നാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നരകത്തിൽ നിന്ന് മോചനം നൽകപ്പെടുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി നരകത്തിൽ നിന്ന് മോചനം അതോടുകൂടി എഴുതപ്പെടുകയാണ്. അപ്പൊ നിസാരമല്ല എന്നർത്ഥം. നിസാരമല്ല, മുഅദ്ദിന്മാരാണ് നിസാരക്കാരല്ല. ശ്രദ്ധിക്കും. ഉസ്താദെ, കൂലി പ്രതീക്ഷിക്കാതെ എന്നല്ല പറഞ്ഞു. ഞങ്ങൾ ഭയങ്കര ശമ്പളം കൊടുക്കുന്നുണ്ടല്ലോ. ഞങ്ങൾ 2000 രൂപ കൊടുക്കുന്നുണ്ട്. ഭയങ്കര സംഭവം. ഞങ്ങൾ 3000 രൂപ കൊടുക്കുന്നുണ്ട്. ലീവിനൊന്നും വിടൂല, ഇവിടെ തന്നെ നിൽക്കണം. റാഹത്ത്. വെള്ളിയാഴ്ച പോയിട്ട് വൈകുന്നേരം പോയി മകന് വരുമ്പോൾ തിരിച്ചു വരണം. അങ്ങനെ ഞങ്ങൾ കൊടുത്തിട്ട് 3000 രൂപ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. 5000 രൂപ കൊടുക്കുന്നുണ്ട്. ആയിക്കോട്ടെ, നിങ്ങൾ ശമ്പളം കൊടുത്ത്. അപ്പം അല്ലാഹുവിന്റെ റസൂൽ വേറെ ഹദീസും കൂടെ ഓതി. ഇതാ കേട്ടോ, മൻ അദന 12 സിനീന, ആരെങ്കിലും 12 കൊല്ലം ബാങ്ക് വിളിച്ചാൽ
അവന് നരകത്തിൽ നിന്നുള്ള മോചനവും സ്വർഗപ്രവേശനവും നിർബന്ധമായെന്ന് നബിയുനാ റസൂലുള്ളാഹി. വജബത് ലഹുൽ ജന്ന, അവന് സ്വർഗം നിർബന്ധമായി. നബി മുഹമ്മദ് റസൂലുള്ളാഹി. അവിടെ എന്ത് പറഞ്ഞില്ല? മുഹ്തസിബ എന്ന് പറഞ്ഞില്ല. കൂലി പ്രതീക്ഷിക്കട്ടെ പ്രതീക്ഷിക്കാതിരിക്കട്ടെ, കൂലി കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ. ഒരാൾ 12 കൊല്ലം ഒരു മുഅദ്ദിൻ ബാങ്ക് വിളിച്ചാൽ വജബത് ലഹുൽ ജന്ന, സ്വർഗം നിർബന്ധമായി. നബി മുഹമ്മദ് മുസ്തഫ. 12 കൊല്ലം നീ പ്രവാസി ജീവിതം നയിച്ചാൽ നിനക്ക് ഞാൻ സ്വർഗം തരുമെന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെ ചിന്തിക്കേണ്ടത് മനസ്സിലായി? മുഅദ്ദിന്മാരുടെ പവറാണ് ഈ പറയുന്നത്. 12 കൊല്ലം നീ കച്ചവടം ചെയ്തുകൊണ്ട് നടന്നാൽ നിനക്ക് ഞാൻ സ്വർഗം തരുമെന്ന് പറഞ്ഞിട്ടില്ല. സമയത്ത് പറഞ്ഞിട്ടുണ്ട്, കച്ചവടം റാഹത്തായ നിലയിൽ നല്ല രീതിയിൽ അവൻ നടന്നാൽ ഇത്ര കൊല്ലമെന്ന് പറഞ്ഞിട്ടില്ല, കൈത് ചെയ്തിട്ടില്ല. ഇവിടെ ഷർത്താക്കി. എങ്ങനെ? 12 കൊല്ലം ഒന്ന് ഷർത്താക്കി. 12 കൊല്ലം ഒരു വ്യക്തി കൃത്യമായി ബാങ്ക് വിളിക്കുകയാണ് എങ്കിൽ ശമ്പളം ഉണ്ടാകട്ടെ ഇല്ലാതാകട്ടെ അവന് സ്വർഗപ്രവേശനത്തിന് അത് നിദാനമാണെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി. എന്താ കാരണം? ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം മുനാവി റളിയല്ലാഹു അൻഹു പറയുന്നു, ലിഅന്നഹു മഅജൂനത്തുൻ ബിത്തൗഹീദ്, അല്ലാഹുവിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് അവൻ ആ തൗഹീദുമായി കുഴഞ്ഞു കിടക്കുന്നവരാണ്, അതുമായി വല്ലാതെ അഭേദ്യമായി ബന്ധപ്പെട്ടവരാണ്. അതുകൊണ്ട് ആ തൗഹീദിന്റെ അചഞ്ചല വ്യക്തിത്വമായവന് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ കലിമത്ത് ഉച്ചരിച്ച് അവൻ, ആ മനുഷ്യൻ, അവന്റെ ഹൃദയത്തിൽ ആ തൗഹീദ് രൂഢമൂലമായതിന്റെ പേരിൽ അവന് സ്വർഗപ്രവേശനത്തിന് നിദാനമാണത് എന്ന് ഉലമാ രേഖപ്പെടുത്താണ്. അല്ലാഹു നമുക്ക് ബാങ്ക് വിളിക്കാനുള്ള തൗഫീഖ് തരട്ടെ. അതല്ലേ നമ്മൾ ബാങ്ക് വിളിയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? മത്സരത്തിൽ വെക്കുന്നത്. അല്ലാതെ എല്ലാവരും മുല്ലാക്കായിട്ട് പറഞ്ഞു വിടാനാണ്. അല്ല, ഇതിന്റെ ഫളീലത്ത് എത്രത്തോളം ഉണ്ട്, ഇതിന്റെ ശ്രേഷ്ഠത എത്രത്തോളം ഉണ്ട്. ഇത് വലിയ ശ്രേഷ്ഠതയുള്ള അമലാണ്. നമ്മൾ ബാങ്ക് വിളിക്കാൻ നമുക്കറിയില്ല. പള്ളിയിലെ മുല്ലാക്ക ഒരു പക്കത്ത് ബാങ്ക് വിളിച്ചില്ല, നമ്മൾ ബഹളം ഉണ്ടാക്കാം. മുല്ലാക്കോടെ ബാങ്ക് വിളിച്ചില്ല, ഇന്ന് ആകെ ബഹളം, വലിയ ബഹളമാണ്. ഇപ്പം കയറി ബാങ്ക് വിളിക്കുക, അതുമില്ല, നാട്ടുകാരെ മൊത്തം അറിയിച്ചു. ഒരു വക്കത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തെറ്റിയാൽ 5 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ട് മാറി 1 മിനിറ്റ് സെക്കൻഡ് മാറിയാൽ മാറാൻ പാടില്ല. അങ്ങനെ അറിവാതെ ഒന്ന് ഉറങ്ങിപ്പോയാൽ പോലും അത് വലിയ വിഷയം ഉണ്ടാക്കും, നമ്മൾ ഫിത്തിന ഉണ്ടാക്കും. അല്ലേ? ചിന്തിച്ചു നോക്ക്. എന്നാ അവരാഴ്ചയിൽ ഒരു ദിവസമാണ് ആകെ വീട്ടിൽ പോകുന്നത്. നമ്മൾ ഡെയിലി രാവിലെ ജോലി ചെയ്യുന്നു, വൈകുന്നേരം വീട്ടിൽ വരുന്നു, ചെറിയ ശമ്പളത്തിന് വേണ്ടി ഇങ്ങനെ നിൽക്കുന്നു. ലോകത്ത് ശമ്പള വർധനത്തിന് വേണ്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ റാഹത്തായി നിൽക്കുന്ന ഒരേ ഒരു കോമുണ്ടെങ്കിൽ സാധുമാര് മാത്രം. ശ്രദ്ധിക്കുന്നുണ്ട്? ആരെങ്കിലും ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്? വേറെ ഏത് ഫീൽഡിലും സമ്പത്ത് അല്പം കുറഞ്ഞു വന്നാൽ അവർ റോഡിലിറങ്ങി വലിയ ഉപരോധം, പ്രതിസന്ധി, വലിയ പ്രശ്നങ്ങൾ. ഇവിടെ മുഅല്ലിമീങ്ങൾ, പാവപ്പെട്ട നമ്മുടെ കുട്ടികളെ ഇൽമു പഠിപ്പിച്ചു കൊടുക്കുന്ന ഉസ്താദുമാര്, ദർസ് നടത്തുന്ന ഉസ്താദുമാര്, അതുപോലെ തന്നെ ഇമാമിങ്ങൾ, അവരാരും ഇന്ന് വരെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. ഒരു മിമ്പറിൽ ഒരു ഖുത്ബ പോലും ഒരു വെള്ളിയാഴ്ച ഓതാതിരുന്നിട്ടില്ല. മറ്റേത് പഠിപ്പിക്കാതെ മാറി കുത്തിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് ശമ്പളം കൂട്ടിയിട്ടില്ല, അള്ളാഹത്ത് പഠിപ്പിക്കുക. എത്രത്തോളം ഉണ്ട് ചിന്തിക്ക്. ഞാനിത് വെറുതെ ഒന്ന് ഇട്ടു എന്നാണ് നിങ്ങളുടെ മനസ്സിലേക്ക്. നമ്മൾ അവർക്ക് വില കൊടുക്കണം, നിസ്സാരരായിട്ട് കാണരുത്. വില കൊടുക്കണം, നിസ്സാരരായിട്ട് കാണരുത്. അവരൊക്കെ സ്വർഗത്തിലേക്കാണ്. അവര് പോയ വഴി നമുക്ക് പോകണ്ടേ? അവര് പോയതുപോലെ പോകണ്ടേ? നമസ്കാരം നിർവഹിച്ചുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഓതി ദിക്ർ ചൊല്ലിക്കൊണ്ട് ഈ ലോകത്ത് നിന്ന് സുന്ദരമായ രീതിയിൽ മരണപ്പെടാൻ നമുക്കും തൗഫീഖ് കിട്ടണ്ടേ? ഒരു മോശപ്പെട്ട കാലഘട്ടത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ആ കാലഘട്ടത്തിൽ നിങ്ങൾ മുറുകെ പിടിക്കേണ്ടത് ദുആ ആണ്, പ്രാർത്ഥനയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു മനുഷ്യന്റെ പ്രാർത്ഥന ഏറ്റവും നല്ലതൊരു സ്വീകരിക്കപ്പെടാൻ നല്ല ടൈം അത് നമസ്കാരത്തിന് തൊട്ടു പുറകെയാണ്. ദുബുരി കുല്ലി സ്വലാത്തിൽ, എല്ലാ നമസ്കാരം കഴിഞ്ഞാൽ ഉടനെയാണെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി. ഫർദ് നമസ്കാരം കഴിഞ്ഞാൽ ഉടനെയുള്ള ദുആ. ആരിയ്ക്കുന്നു? പണ്ടൊക്കെ സുന്നികൾ കുറച്ചുപേരൊക്കെ ഇരിക്കരുത്. ഇപ്പൊ അല്ലാഹു വേഗം ചാടി ഇറങ്ങി ഓടുകയാണ്. അവിടെ ഇരുന്ന് ദ്വാരക്കണ്ടേ? ഉസ്താദുമാര് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഒക്കെ പറയുമ്പോ ദാരിദ്ര്യത്തിന്റെ പരമകാഷ്ഠയിലെത്തിയതാകുന്ന സമയത്ത് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അലിയാർ തങ്ങളുടെ നിർദ്ദേശപ്രകാരം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലെത്തിയിട്ട് പ്രവാചകരോട് പറഞ്ഞു, നബിയെ, വലീമത്തു സ്വത്തിൽ ഏതാനും ചില അടിമകളെ കിട്ടിയെന്നറിഞ്ഞു. എന്റെ വീട്ടിലേക്ക് ആട്ടുകല്ലും നരയ്ക്കാൻ വേണ്ടി ഒരു അടിമയൊന്ന് പറഞ്ഞേക്കണം. എന്റെ കൈ കണ്ടില്ലേ, ജോലിയൊക്കെ ചെയ്ത് വല്ലാതെ ബുദ്ധിമുട്ടിയിരിക്കാൻ. അല്ലാഹുവിന്റെ റസൂൽ പ്രിയപ്പെട്ട മകളുടെ കൈ പിടിച്ചു നോക്കിയപ്പം തഴമ്പ് പൊട്ടിയിരിക്കുകയാണ്. തങ്ങൾക്ക് വിഷമായി. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മോള് പൊയ്ക്കോ, ഇൻഷാ അല്ലാഹ് കുറച്ച് കഴിയുമ്പോൾ വാപ്പ അങ്ങോട്ട് വരാം. തിരിച്ചു ചെന്ന് ഫാത്തിമ ബീവി അലിയാർ തങ്ങൾ ചോദിച്ചു, എന്താ ഇനി പോയ കാര്യം?
പാപ്പ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. അല്പം കഴിഞ്ഞ് നോക്കുമ്പോ രണ്ടുപേരും പനി പിടിച്ച് വിഷമിച്ച് ഒരു പുതപ്പിൻ കീഴിൽ ഇരിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരിലേക്ക് കടന്നു ചെന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പുതപ്പിൻ കീഴിലേക്ക് അവരെയും കൂടി ചേർത്ത് വെച്ചുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾക്ക് ഒരടിമയെ ഞാൻ നൽകുന്നതിനേക്കാൾ, ഈ ഭൗതിക ലോകത്തുള്ള സർവ്വ ആസ്വാദങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഞാൻ ഒരു ദിക്ർ പഠിപ്പിച്ചു തരാം. നിങ്ങൾ ഉറങ്ങാൻ നേരത്തും നമസ്കാരത്തിന് ശേഷവും സുബ്ഹാനല്ലാഹ് 33 അൽഹംദുലില്ലാഹ് 33 അല്ലാഹു അക്ബർ 33 വെച്ച് നിങ്ങൾ ചെല്ലണമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി. ചിന്തിച്ചു നോക്ക്, ഇത് ദാരിദ്ര്യത്തിന്റെ പ്രശ്നം പറഞ്ഞു ചെന്നപ്പോഴത്തേക്ക് പഠിപ്പിച്ചു കൊടുത്ത ദിക്ർ ആര് ശ്രദ്ധിക്കുന്നു? നമുക്ക് ദാരിദ്ര്യം മാറാൻ വേണ്ടി നമ്മൾ ഇറങ്ങി ഓടുക കടയിലോട്ട്, അല്ലാഹു ഈ ദിക്ർ വിട്ടുപോയി. എടാ നീ അവിടെ ഇരുന്നാ ദിക്ർ ചെല്ല്, സുബ്ഹാനല്ലാഹ്. ഉസ്താദുമാര് വല്ല മഹല്ലത്തിലുള്ള ഉസ്താദുമാര് നമ്മുടെ മഹല്ലിൽ വന്ന് ചെറിയ വേദന നമ്മൾ കൊടുക്കുന്നു, ഉസ്താദ് അവിടെ ഇരുന്നിട്ട് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ പറയുമ്പോ നാട്ടിലുള്ളവരാരും ഇല്ല, എല്ലാവരും എഴുന്നേറ്റ് ചാടി എഴുന്നേറ്റ് പോയി വീട്ടിലെത്തി, അല്ലെങ്കിൽ അവന്റെ കട തുറന്നു വെക്കുന്നു. എന്തൊരു മോശത്തരമാണ്. 3 മിനിറ്റ് 4 മിനിറ്റിന്റെ കേസേ ഉള്ളൂ. അവിടെ ഇരുന്ന് ആ ദിക്ർ ചൊല്ലി കൂട്ടമായി ദുആയിരക്ക് ഉസ്താദ് ദുആയിരക്കുന്നു. നാട്ടിലുള്ളവർക്ക് ആ മഹല്ലത്തിന് ഐശ്വര്യം, പരസ്പരം സ്നേഹം, ഐക്യം, സൗഹാർദ്ദം, പരസ്പരം സ്നേഹ സമസ്രണമാകുന്ന പെരുമാറ്റം, കുടുംബങ്ങളിൽ ഐശ്വര്യം ഉണ്ടാവുക, കച്ചവടത്തിന് ബറക്കത്തുണ്ടാവുക, രോഗശമനത്തിന് വേണ്ടി കാലിമ്യങ്ങൾ ദുആയിരക്കാൻ ആമീൻ പിടിക്കുന്നില്ല നമ്മൾ. എന്തൊരവസ്ഥയാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്, ലാ യൻജൂ മിൻഹാ ഇല്ലാ മൻ ദആ കദുആഇൽ ഗരീഖി ഫിൽ ബഹരി. ഈ സമയത്ത് നിന്റെ മനസ്സിലുണ്ടാവേണ്ടത് പ്രാർത്ഥനയാണ്. അത് നമസ്കാരങ്ങൾക്ക് ശേഷമാകണേ. ആ നമസ്കാരങ്ങൾക്ക് പിറകെയുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി. അദ്ദുആഉ ബഅദ ദുബരി കുല്ലി സ്വലാത്തിൻ മുസ്തജാബ ശഫീഉനാ റസൂലുള്ളാഹി. നമസ്കാരത്തിന് ശേഷം ഉടനെയുള്ള പ്രാർത്ഥന വലിയ ഉത്തരം കിട്ടുന്നതാ. ആര് ശ്രദ്ധിക്കുന്നില്ല? ഇതൊന്നും ആര് ശ്രദ്ധിക്കുന്നില്ല. നമസ്കാരം തന്നെ ശ്രദ്ധിക്കുന്നില്ല. പലരും നമസ്കരിക്കുന്നുണ്ട്. ഇപ്പൊ യൂട്യൂബിലൂടെ ഒക്കെ പ്രഭാഷണം കേട്ട് ഒരുപാട് ചെറുപ്പക്കാരൊക്കെ നന്നാവുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹു ഇത് നിലനിർത്തി തരുമാറാവട്ടെ. നമ്മുടെ മക്കളെയൊക്കെ അല്ലാഹു സാലിഹ്യങ്ങൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. നല്ലതാണ്, പ്രഭാഷണങ്ങൾ കേൾക്കുന്നു, നന്നാവുന്നുണ്ട്. പക്ഷേ നമസ്കാരം ചിട്ടയാകുന്നില്ല. ളുഹർ നിസ്കാരം അസറിന് തൊട്ടു മുമ്പ്, അസർ നിസ്കാരം മഗ്‌രിബിന്റെ സമയത്ത്, ഇശാ നമസ്കാരം പാതിരാത്രി സമയത്ത്, സുബഹി നിസ്കാരം ളുഹറിന്റെ തൊട്ടു മുമ്പ് കൊണ്ടുവന്ന് കുനൂത്ത് ഓതി പള്ളിയുടെ അകത്തിലെത്തി വന്നിരിക്കുക. കണ്ടിട്ടില്ല? ളുഹർ നിസ്കരിക്കാൻ വേണ്ടി വന്ന സമയത്ത് ഉസ്താദ് നോക്കുമ്പോൾ ഒരുത്തൻ കൈ ഉയർത്തി ഇങ്ങനെ നിൽക്കുകയാണ് ആകാശത്തോട്ട്. പണ്ട് നാണം ഇല്ലായിരുന്നു, പണ്ട് നാണം ഉണ്ടായിരുന്നു. ഇവൻ എവിടെയെങ്കിലും മാറി നിന്നിട്ടാ ചെയ്യുന്നത്. ഇപ്പൊ ഒരു നാണം ഇല്ല. ഇപ്പൊ ഇങ്ങനെ കൈ ഉയർത്തി നിൽക്കുകയാണ് പരസ്യമായിട്ട്. ഒരു വിഷയമില്ല. നിസ്കാരം ചിട്ടയില്ല, സമയത്ത് നിർവഹിക്കുന്നില്ല. നിസ്കരിക്കും, പക്ഷെ എന്തില്ല, സമയത്തല്ല. അത് വലിയ പ്രശ്നമാണ്. നിസ്കാരം പോലും സ്വീകരിക്കപ്പെടാതിരിക്കാൻ വലിയ അത് നിദാനം. നിത്യേന അങ്ങനെ ചെയ്താൽ അങ്ങനെ വരും. സലാസു ദഅവത്തിൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തഖബലു സലാത്തുൻ. 3 കൂട്ടരുടെ നമസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കില്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 കൂട്ടരുടെ നമസ്കാരം. അതിലൊന്ന് അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചത് എപ്പോഴും നമസ്കാരത്തെ പിന്തിപ്പിച്ചു കൊണ്ടുവരുന്നവർ. നമസ്കാരത്തെ അതിന്റെ സമയത്തെ ശേഷം കൊണ്ടുവരുന്നവരുടെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാണ്. നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ എന്താണ്, സമയത്തല്ല. സമയത്ത് നിർവഹിച്ചാൽ വലിയ കൂലിയാണ്. നമ്മൾ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? ഇതൊക്കെ ഈ സമയത്താണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്, കുറച്ച് കഴിഞ്ഞിട്ടല്ല. ഇത് കേൾക്കുന്ന ചിലര് കരുതും, നമസ്കാരമൊക്കെ നമ്മൾ ചെയ്യുന്നതല്ലേ. നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ ആ നമസ്കാരം ആദ്യ വഖത്തിലാകണം. അതാണ് ഈ പറയുന്നത്. അത് നിസ്സാരമാക്കരുത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ഇദാ സല്ലൽ അബ്ദു ഫീ അവ്വലി വഖതിഹാ സഅദത് ഇലാ സമാ ഹത്താ തഹാ ഇലൽ അർശ് ഫയദഉ അല്ലാഹ സുബ്ഹാനാ حفظك الله كما حفظتني
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് ഓർമ്മപ്പെടുത്തുകയാണ്, സഹാബത്തെ ആരൊരുവൻ നമസ്കാരം ആദ്യ വഖത്തിൽ തന്നെ നിർവഹിച്ച പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ശ്രവണ സുന്ദരമായ പാങ്കൊലി അവന്റെ കർണപുടത്തിലേക്ക് അലയൊലി കൊള്ളുമ്പോ ഒതുവെടുത്തുകൊണ്ട് ചട്ടുംകുഴി പള്ളിയിലേക്ക് ആദ്യ വഖത്തിൽ തന്നെ നമസ്കരിക്കാൻ വരുന്നതായ കാസർഗോഡുള്ള ചെറുപ്പക്കാരുണ്ട്, സഹോദരങ്ങളുണ്ടോ? അവന്റെ മഹല്ലത്തിലേക്ക് ആദ്യ വഖത്തിൽ തന്നെ നമസ്കരിക്കുന്നവരുണ്ടോ? അവൻ നമസ്കരിച്ച് സലാം വീട്ടിയാലുടനെ ആ നമസ്കാരം ആകാശ ലോകത്തേക്ക് ഉയരുമത്രേ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഒന്നാം ആകാശവും രണ്ടാം ആകാശവും മൂന്നാം ആകാശവും കഴിഞ്ഞ് ഏഴാം ആകാശത്തിനപ്പുറത്ത് ആലമുൽ ജബറൂത്തും മലക്കൂത്തും നാസൂത്തും കഴിഞ്ഞ് അല്ലാഹുവിന്റെ തിരുസവിധത്തിലേക്ക് അർശിന്റെ ചുവട്ടിലേക്ക് അവന്റെ നമസ്കാരം എത്തുമത്രേ. ഇത് പരിശുദ്ധമാകുന്ന റജബ് മാസമാണ്, ഇത് പുണ്യമാക്കപ്പെട്ട റജബ് മാസമാണ്. ഈ മാസത്തിന്റെ പവിത്രത ചെവിക്കൊള്ളണേ. ഈ മാസത്തിലാണ് നമസ്കാരം നമുക്ക് നിർബന്ധമായത്. ഈ മാസത്തിലാണ് അല്ലാഹുവിന്റെ റസൂൽ റജബ് 27 അല്ലാഹുവിനെ കണ്ടത്. അല്ലാഹുവിനെ കണ്ട് തിരിച്ചു പോരുമ്പോ ഹബീബായ നബി തങ്ങളുടെ കൈകളിലേക്ക് അല്ലാഹു കൊടുത്ത സമ്മാനമല്ലയോ ആ നമസ്കാരത്തെ അല്ലാഹുവിന്റെ റസൂല് നമുക്ക് സമ്മാനിച്ചില്ലയോ? അല്ലാഹുവിനെ കണ്ട റസൂല് അല്ലാഹുവുമായിട്ട് രഹസ്യ സംഭാഷണം നടത്താൻ മുസ്ലിമേ നാളെ ആഖിറത്തിൽ അല്ലാഹുവുമായിട്ട് നേരിട്ട് കാണാൻ, നേരിട്ട് സംഭാഷണം നടത്താൻ അതിന് ഉപകരിക്കുന്നതാകുന്ന നമസ്കാരത്തെ നമ്മുടെ കയ്യിലേക്ക് നൽകിയിട്ട് ആ നമസ്കാരത്തെ ശ്രദ്ധിക്കാതെ പോകരുത്. എത്ര ചെറുപ്പക്കാരാണ് ഈ സമയത്തും IPL കളി കണ്ടുകൊണ്ടിരിക്കുകയല്ലയോ? എത്ര ചെറുപ്പക്കാരാണ് ഫുട്ബോൾ മാമാങ്കത്തിലല്ലയോ? എത്ര ചെറുപ്പക്കാരാണ് ജിയോ സിം അംബാനി തന്നത് മുതൽ മോശപ്പെട്ട സിനിമകൾ കണ്ടുകൊണ്ട് തന്റെ സമയങ്ങളെ ചെലവഴിക്കുകയല്ലയോ? ആഖിബത്ത് മോശമാകുമേ. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, നിന്റെ നമസ്കാരം നീ ആദ്യ വഖത്തിൽ തന്നെ നിർവഹിച്ച അല്ലയോ പ്രിയപ്പെട്ട ഉമ്മ, അല്ലയോ പ്രിയപ്പെട്ട ഉപ്പ, ചട്ടുംകുഴിയിലുള്ള പ്രിയപ്പെട്ട സീമയുടെ പ്രവർത്തകരെ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളി കേട്ടാലുടനെ ഒതുവെടുത്തുകൊണ്ട് പള്ളിയുടെ അകത്തളത്തിലേക്ക് കയറി ആദ്യ വഖത്തിൽ ആദ്യ ജമാഅത്തിൽ നിന്റെ നമസ്കാരം കഴിഞ്ഞാലുടനെ നിന്റെ നമസ്കാരം ആകാശ ലോകത്തേക്ക് ഉയരുകയാണ്. ഏഴാം ആകാശത്തിനപ്പുറത്ത് അല്ലാഹുവിന്റെ അർശിന്റെ ചുവട്ടിലേക്ക് നിന്റെ നമസ്കാരം എത്തുകയാണ്. അവന് വേണ്ടി അല്ലാഹുവിന്റെ തിരുസവിധത്തിൽ വെച്ചുകൊണ്ട് ആ നമസ്കാരം ദുആ ചെയ്യുമത്രേ. ഹഫിളകല്ലാഹു കമാ ഹഫിളതനീ. അല്ലാഹു നിന്നെ സംരക്ഷിക്കട്ടെ എല്ലാ അപകടങ്ങളിൽ നിന്ന്, എല്ലാ ദുരിതങ്ങളിൽ നിന്ന്, എല്ലാ വിപത്തുകളിൽ നിന്ന് അല്ലാഹു നിനക്ക് സംരക്ഷണം നൽകട്ടെ എന്ന് ആ നമസ്കാരം നിനക്ക് അനുകൂലമായി ദുആ ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആരാണ് ചിന്തിക്കുന്നത്? ആരാണ് ശ്രദ്ധിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറയുകയാണ്, വൈദാ സല്ലൽ അബ്ദു ഫീ ഗൈരി വഖതിഹാ സഅദത ഇലാ സമാ. നമസ്കാരം നിർവഹിക്കുന്നുണ്ട്, നമസ്കരിക്കുന്ന ഉമ്മയാണ്, നമസ്കരിക്കുന്ന ഉപ്പയാണ്, നമസ്കരിക്കുന്ന ചെറുപ്പക്കാരനാണ്. പക്ഷേ സമയത്തല്ല. എത്രയോ ചെറുപ്പക്കാരുണ്ട് പകലന്തിയോളം കഷ്ടപ്പെടുന്നവരാണ്. കഷ്ടപ്പെട്ടുകൊണ്ട് യാതനകളും നൊമ്പരങ്ങളും വിഷമങ്ങളും ഉണ്ടായിട്ട് പോലും, സമ്പാദ്യം മുഴുവനും കൈക്കലാക്കിയിട്ട് പോലും നമസ്കാരം നിർവഹിക്കുന്ന ചെറുപ്പക്കാരനാണ്. പക്ഷേ സമയത്തല്ല. രാവിലെ കട തുറന്നു വെക്കുന്നു, വൈകുന്നേരം വരെ കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരൻ, മുസ്ലിമാകുന്ന ചട്ടുംകുഴിയിലുള്ള സഹോദരൻ അവസാനം കടയെല്ലാം അടച്ച് ദുഹറും അസറും മഗ്രിബും ഇശാവും എല്ലാം കൂടി ജംആക്കി ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നവരില്ലയോ? അഥവാ അവസാന ടൈമിൽ നമസ്കരിക്കുന്നതായ ആളുകളില്ലയോ? എത്രയോ സഹോദരിമാരുണ്ട്
ജ്വല്ലറിയിൽ ഒരു സ്വർണം പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകുന്നവർ ജ്വല്ലറി തുറക്കുന്നതിന് മുമ്പ് തന്നെ ജ്വല്ലറിയുടെ മുന്നിൽ സ്ഥാനം പിടിച്ചില്ലയോ? ഒരു പെൺകുട്ടിക്ക് ആഭരണം വാങ്ങാൻ വേണ്ടി 2-3 വാഹനങ്ങളും എടുത്തുകൊണ്ട് യാത്ര ചെയ്യുന്ന കാസർഗോഡുള്ള പ്രിയപ്പെട്ട ഉമ്മ, ആരാണ് നിനക്ക് അനുവാദം നൽകിയത്? ഏത് മതത്തിന്റെ അനുയായികളാണ്? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകരല്ലയോ? സമസ്തയുടെ അനുയായികളല്ലയോ? ചിന്തിക്കണേ ഉമ്മ, ചിന്തിക്കണേ ഉപ്പ. അവസാനം ടെക്സ്റ്റൈൽസിൽ പോയി, അവസാനം ജ്വല്ലറിയിൽ ചെന്ന് സ്വർണ്ണങ്ങൾ പർച്ചേസ് ചെയ്തു, ആഭരണങ്ങൾ വാങ്ങി, അവന്റെ ഉടയാടകൾ മുഴുവനും ടെക്സ്റ്റൈൽസിൽ നിന്ന് വാങ്ങിയെടുത്തിട്ട് ളുഹറും അസറും എല്ലാം തന്നെ വീട്ടിൽ വന്നുകൊണ്ട് നമസ്കരിക്കുന്നവരില്ലയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സൈദത്തിൽ സമാ, ഒന്നാം ആകാശത്തേക്ക് നമസ്കാരം എത്തുമ്പോ വലൈഹാ ഉൽമാ, ആ നമസ്കാരം ഇരുൾ മുറ്റപ്പെടുകയാണ്, കറുത്തിരുണ്ടതാകുന്ന പുകപടലമായി നമസ്കാരം മാറുകയാണ്. തുറത്തുൽ മലായികതു സ്വലാതഹു, നമസ്കരിച്ചിട്ടുണ്ട് പക്ഷേ നമസ്കാരം സമയത്തല്ലാത്തതിന്റെ പേരിൽ അവന്റെ നമസ്കാരത്തെ മലക്കുകൾ ഭൂമിയിലേക്ക് തന്നെ തിരിച്ചുവിടുമത്രേ. തുറത്തുൽ മലായികതു സ്വലാതഹു, അവന്റെ നമസ്കാരത്തെ മലക്കുകൾ ഭൂമിയിലേക്ക് തിരിച്ചു പറഞ്ഞേക്കുകയാണ്. ആ നമസ്കാരം അവന്റെ ഇടതു ഭാഗത്ത് വന്നുകൊണ്ട് ഭൂമിയിൽ വെച്ചുകൊണ്ട് അവനെതിരായി ദുആ ചെയ്യുമത്രേ. ആർക്കെതിരെയാണ് ഉമ്മ? ആർക്കെതിരെയാണ് ഉപ്പ? നമസ്കരിച്ചവന് എതിരെയാണ്. സമയത്ത് നിർവഹിക്കാത്തത് കൊണ്ടാണ് അവനെതിരെ നമസ്കാരം ദുആ ചെയ്യുകയാണ്. അല്ലാഹു നിന്നെ പാഴാക്കട്ടടാ, അപകടങ്ങളും ദുരിതങ്ങളും വിപത്തുകളും അല്ലാഹു നിനക്ക് നൽകട്ടെ എന്ന് നമസ്കാരം നമുക്ക് എതിരായി ദുആ ചെയ്യുമേ. സമയത്ത് നിർവഹിച്ചില്ല എങ്കിലെന്ന് നബിയുനാ റസൂലുള്ളാഹി അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ആരുടെ കാര്യം പറയുന്നത്? നമസ്കരിക്കുന്നവരുടെ കാര്യമാട്ടോ. നമസ്കരിക്കാത്തവന്റെ കാര്യം നമുക്ക് ചർച്ചയേ ഇല്ല. മുസ്ലിമാണ് റേഷൻ കാർഡിൽ, മുസ്ലിമാണ് ഐഡിയിൽ, മുസ്ലിമാണ് ആധാർ കാർഡിൽ, പക്ഷെ എന്തില്ല, പള്ളിയിൽ നിന്ന് വരെ കണ്ടിട്ടില്ല. പെരുന്നാളിന് മാത്രം കോട്ട് സൂട്ടൊക്കെ അണിഞ്ഞു വരും. അങ്ങനത്തെ ചില ആളുകളുണ്ട്. പെരുന്നാളിന് ഭയങ്കര റാഹത്തായിട്ട് രാവിലെ വലിയ ഫർദ് നിസ്കാരം നിസ്കരിക്കാൻ വരുന്ന പോലെ വരികയാണ്. ഒരു ജുമായ്ക്ക് പോലും കണ്ടിട്ടില്ല. ചില ആളുകൾ ജുമായ്ക്ക് മാത്രം ഇമാം മുമ്പറിൽ ഹുതുബ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഇമാറിന് നേരെ ഫ്രണ്ടിൽ വന്നിട്ട് അങ്ങനത്തെ ആളുകളെ അളന്നു വെച്ചോളി, അവരെ ജുമായ്ക്ക് മാത്രമേ വരൂ. കാണിക്കാൻ വേണ്ടിയാണ് അവനെ കാണിക്കുന്നത്. ശരിയല്ലേ? അല്ലാഹു നമ്മളെ സാലിഹ്യങ്ങൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈ സമയത്ത് ഫിത്നത്തുൻ അംയാഉ സമ്മാഉ, ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു കടന്നു വരുന്നതിന് മുമ്പുള്ളതാകുന്ന കണ്ണും കാതുമടപ്പിക്കുന്ന ഫിത്നകൾ മുസ്ലിമീങ്ങൾക്കെതിരെ കടന്നു വരുമ്പോ മുസ്ലിം സഹോദര സഹോദരിമാര് ആർജവത്തോടുകൂടി കടന്നു വരേണ്ടത്, ഈമാൻ പുൽകേണ്ടത് നമസ്കാരത്തിലൂടെയാണ്, ദുആയിലൂടെയാണ്. നബി മുഹമ്മദ് റസൂലുള്ളാഹി അപ്പോഴാണ് നമ്മൾ ദുആ മുറുകെ പിടിക്കുന്നത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആ ബക്കറ്റ് കൊണ്ടുവന്നു ബക്കറ്റില്ലേ? ഉണ്ടോ? വേഗം ഉണ്ടോ? ബിസ്മില്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബക്കറ്റ് കൊണ്ട് കൊണ്ടുവന്നില്ലേ? സ്ത്രീകളുടെ ഭാഗത്തേക്ക് സ്ത്രീകളുടെ ഭാഗത്തേക്ക് കൊണ്ടുപോയിക്കോ, തുടയ്ക്കോ. ബക്കറ്റ് കൊണ്ട് കൊണ്ടുപോയിക്കോ. ബിസ്മില്ലാ. സ്ത്രീകളുടെ ഭാഗത്ത് ബക്കറ്റ് വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും കാര്യമായി സംഭാവന കൊടുക്കുക. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. നമ്മുടെ സ്വതക്കകൾ പാരത്രിക ലോകത്ത് വിജയത്തിന് അല്ലാഹു നിദാനമാക്കുമാറാവട്ടെ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലവിപത്തുകളെ തൊട്ട് അല്ലാഹു നമ്മളെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഖൈറും ബറക്കത്തും അല്ലാഹു നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട സർവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ല നിയ്യത്ത് CMA പ്രവർത്തകർക്കുണ്ട്. പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിക്കുക, നല്ല നിയ്യത്ത് അല്ലാഹു സാധൂകരിച്ചു കൊടുക്കുമാറാവട്ടെ. വർഷങ്ങളായി അവർ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് നല്ല രീതിയിലുള്ള സംഭാവന നൽകുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു അർഹമായ പ്രതിഫലം ഇരുവീട്ടിലും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
ഇൻഷാ അല്ലാഹ് സഹോദരിമാരുടെ ഭാഗത്ത് ബക്കറ്റ് വരുന്നുണ്ട്. എല്ലാവരും കാര്യമായി കൊടുക്കും. എന്തെങ്കിലും ദുആ ചെയ്യാനുള്ളതെങ്കിൽ പൈസ കൊടുത്ത് പ്രത്യേകം നമ്മൾ ദുആ ചെയ്യിപ്പിക്കും. അല്ലാഹു സ്വീകരിക്കട്ടെ. പൈസ ഇല്ലാത്തവര് അങ്ങനെ നമ്മൾ കത്തെഴുതിയിട്ട് കൊടുക്കുന്നത് പോലെ ദുആ ചെയ്യാനുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അത് എഴുതി കൊടുക്കുക. അല്ലാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു നമ്മളെവരെയും ഒരു ഇഷ്ടപ്പെട്ട അടിമകൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഏതായിരുന്നാലും ഈ കണ്ണും കാതും അടപ്പിക്കുന്ന ഫിത്നകൾ മുസ്ലിമീങ്ങൾക്കിടയിൽ രൂഢമൂലമാകും. അത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനമാണ്. ഈ സമയത്ത് മുസ്ലിമീങ്ങൾ എന്ത് ചെയ്യണം? നമസ്കാരം ചിട്ടവട്ടമാക്കണം. കൃത്യമായി അവൻ ഇബാദത്തിലേക്ക് തിരിച്ചു വരണം. അതാണ് മുസ്ലിം ചെയ്യണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഈ സമയത്ത് മുസ്ലിമീങ്ങൾക്കിടയിൽ നിന്ന് മുസ്ലിം രാഷ്ട്രമാകുന്ന തുർക്കി നഷ്ടപ്പെട്ടു പോകും. ഹബീബ് റസൂലുള്ളാഹി ഇവിടെ ശ്രദ്ധിക്കുക, നല്ലതുപോലെ ശ്രദ്ധിക്കുക. മുസ്ലിം രാഷ്ട്രമാണ് ഏത്? തുർക്കി. തുർക്കി എന്ന രാജ്യം മുസ്ലിമീങ്ങളുടെ കൈവെള്ളയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. ഇമാം മഹദി റളിയല്ലാഹു അൻഹു കടന്നു വരുന്നതിന് മുമ്പ് ഹബീബ് റസൂലുള്ളാഹി ഇനി വരാനിരിക്കുന്ന സംഭവം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തുർക്കി ആദ്യം മുസ്ലിമീങ്ങളുടെ കൈവെള്ളയിൽ വന്നു. 2 പ്രാവശ്യമാണ് തുർക്കി മുസ്ലിമീങ്ങളുടെ കൈവെള്ളയിലേക്ക് വന്നിട്ടുള്ളത്. ഒന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം. ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്കും. നിങ്ങൾക്ക് വെള്ളമൊക്കെ കിട്ടുന്നുണ്ട്. വെള്ളത്തിന്റെ ഇടയ്ക്ക് ഇത് മറന്നുപോയല്ലോ. നമ്മൾ വെള്ളം കുടിക്കാൻ മറന്നു. വെള്ളമൊക്കെ ആരും നല്ല നീയത്ത് വെച്ച് കൊടുക്കുന്നവരാണ്. അത് സപ്ലൈ ചെയ്യുന്നവരും അത് നൽകിയവർക്കൊക്കെ അള്ളാഹു ഖൈറു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ലാസ്റ്റിന് ചീരണി നൽകുന്നുണ്ട്, ചെറിയൊരു ചീരണി. ആ ചീരണി ഉണ്ടാക്കിയവർക്കും അതിനുവേണ്ടി പൈസ കൊടുത്തവർക്കും ഒക്കെ അള്ളാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദുആ നമുക്ക് പിരിയണം ഇൻഷാ അല്ലാഹ്. ഉസ്താദുമാരൊക്കെ ഉണ്ട്. അള്ളാഹു നമ്മുടെ ദുആകളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ, ഇജാബത്തുള്ളതാക്കട്ടെ. നല്ല മാസം റജബിന് ഷഹറുള്ള അള്ളാഹിന്റെ മാസമാണ്. ഉത്തരം കിട്ടുമെന്ന് ഉറപ്പാണ്. നല്ല മാസമാണ്, നല്ല രാവ്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. എന്ത് കാര്യവും തുടങ്ങാൻ നല്ല ബെറ്റർ മാസമാണ്. ഒരു വീട് പുതിയതായിട്ട് കൂടുകയാണ്, കുടിയിരിക്കൽ കൂടുകയാണ്. ഈ മാസത്തിൽ വളരെ നല്ല മാസം, നല്ല സൂപ്പർ മാസമാണ്. ഇതുപോലൊരു മാസം ഇല്ല. അള്ളാഹു നമ്മുടെ മാസങ്ങളെ ബഹുമാനിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഫലാ തളിമു ഫീഹിൻ അൻഫുസകും. ശുദ്ധ ഖുർആൻ തന്നെ അത് തന്നെയാണ് ഓർമ്മപ്പെടുത്തിയത്. ഈ മാസത്തിൽ നീ അക്രമത്തിലേക്ക് പോകരുത്. ഈ മാസത്തിന്റെ പവിത്രത ഓർത്തിട്ട് നീ അക്രമത്തിലേക്കും മോശപ്പെട്ട പ്രവണതയിലേക്കൊന്നും മുസ്ലിം സഹോദരങ്ങൾ എടുത്തു ചാടരുത്. ശുദ്ധ ഖുർആൻ തന്നെ ഓർമ്മപ്പെടുത്തി. ഏതുമായിക്കോട്ടെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മഹദി റളിയല്ലാഹു അൻഹു കടന്നു വരുന്നതിന് മുമ്പ് അടുത്ത ഒരു ഫിത്ന ഉണ്ടാവും. എന്താണത്? മുസ്ലിമീങ്ങൾക്കിടയിൽ നിന്ന് അവരുടെ തുർക്കി എന്ന രാജ്യം നഷ്ടപ്പെട്ടു. തുർക്കി എന്ന രാജ്യം മുസ്ലിമീങ്ങളുടെ കയ്യിലേക്ക് ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് വന്നിട്ടുള്ളത്. നല്ലതുപോലെ ശ്രദ്ധിക്കണം, നല്ലതുപോലെ ശ്രദ്ധിക്കണം. നമ്മൾ വെറുതെ തമാശ പറഞ്ഞു പോലല്ലോ, കോമഡിയൊന്നും അല്ല. ഖുർആനുമായിട്ട് ഹദീസും കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഇനി വരാനിരിക്കുന്ന സംഭവം ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല, കഴിഞ്ഞു കടന്നിട്ടുമില്ല. അങ്ങനത്തെ ചില കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ മുസ്ലിമീങ്ങളുടെ കയ്യിലിരിക്കുന്ന തുർക്കി എന്ന രാജ്യം നഷ്ടപ്പെട്ടു പോകുമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ അതെന്താണെന്ന് നോക്കിയാൽ മതി. ഒരു യുദ്ധം വരും. ആ യുദ്ധം വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അതിനുശേഷം ആര് വരുവുള്ളൂ? മഹദി റളിയല്ലാഹു അൻഹു. തുർക്കി മുസ്ലിമീങ്ങളുടെ കയ്യിലേക്ക് ഇതിനു മുമ്പ് വന്നിട്ടുള്ളത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോടായി പറയുകയാണ്, സ്വഹാബത്തെ, സ്വഹാബത്തെ, അടുത്തിടെ തന്നെ നിങ്ങൾ തുർക്കി പിടിച്ചെടുക്കുമേ. ആ തുർക്കി പിടിച്ചെടുക്കുന്നതിൽ നിങ്ങൾ ഭാഗവാക്കാകണേ. അതിൽ ആരൊരുവൻ പങ്കെടുക്കുന്നുണ്ടോ അതിൽ വലിയ ദറജയുണ്ട്, പദവിയുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ വചനം ഞാൻ എന്റെ മനസ്സിൽ കുറിച്ചിട്ടു. റസൂലുള്ളാഹിന്റെ വാക്ക് എന്റെ മനസ്സിൽ ഞാൻ തറപ്പിച്ചു വെച്ചു. അവസാനം ആ സമയമെടുത്തപ്പോ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ധർമ്മസമരത്തിൽ തുർക്കി പിടിച്ചെടുക്കുന്നതിന്റെ കൂടെ സ്വഹാബത്തിന്റെ കൂടെ
അതിന്റെ നേതൃത്വം കൊടുത്തുകൊണ്ട് പോകാൻ എനിക്ക് അല്ലാഹു തൗഫീഖ് നൽകിയെന്ന് ബഹുമാനപ്പെട്ട അബൂ അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു അൻഹു. അബൂ അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു അൻഹു ആരാണ് അദ്ദേഹം? അദ്ദേഹത്തിന്റെ വീട്ടുപടിക്കലിലാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ഒട്ടകം വന്ന് മുട്ടുകുത്തിയത്. ഒട്ടകം എവിടെയാണ് വന്ന് മുട്ടുകുത്തുക? ഓരോരുത്തർ വന്നിട്ട് നബിയെ ഇവിടെ ഇറങ്ങെന്ന് പറഞ്ഞു ഒരു അനുയായികൾ വന്ന് ക്ഷണിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഈ ഒട്ടകം എവിടെ മുട്ടുകുത്തുവോ അവിടെ ഇറങ്ങാനാണ് നമ്മളോട് അള്ളാഹുവിന്റെ കൽപ്പന. അങ്ങനെ സ്വഹാബത്തെല്ലാം പുറകെ കൂടി അവസാനം ഒട്ടകം വന്ന് മുട്ടുകുത്തുന്നത് ആരുടെ പടിക്കൽ? ബഹുമാനപ്പെട്ട അബൂ അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു അൻഹു വീട്ടുപടിക്കൽ. ആ അബൂ അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ആദ്യം തുർക്കി എന്ന രാജ്യം മുസ്ലിമീങ്ങളുടെ കൈവെള്ളയിൽ വന്നു. സ്വഹാബത്തിന്റെ